അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 96-ാമത്തെ ഒരു ഭാഗത്ത് അപ്പോൾ നമ്മൾ അഹ്സാബ് യുദ്ധത്തെ സംബന്ധിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. 10,000-ഓളം വരുന്ന സഖ്യകക്ഷികൾ മദീനയെ അവർ വളഞ്ഞിരിക്കുകയാണ്. അതിനിടയിലാണ് ഞെട്ടിപ്പിക്കുന്ന ആ ഒരു വാർത്ത. അതായത് മുസ്ലിങ്ങളോട് സഖ്യത്തിലിരിക്കുന്ന മദീനക്കകത്തുണ്ടായിരുന്ന അവശേഷിക്കുന്ന ഏക ജൂതഗോത്രം ബനൂ ഖുറൈള, അവർ ശത്രുക്കളോടൊപ്പം ചേർന്ന് മുസ്ലിങ്ങളെ വഞ്ചിച്ച ആ ഒരു വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ആ ഒരു വാർത്ത സ്ഥിരീകരിക്കാൻ വേണ്ടി ആദ്യം സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചു. അതിനുശേഷം നേരിട്ട് തന്നെ അവരുടെ ആ ഒരു കോട്ടയിലേക്ക് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെയും സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു ആ 4 ആളുകളെയും റസൂലുള്ളാഹി പറഞ്ഞയച്ചു. അവർ തിരിച്ചു വന്ന് കേട്ട വാർത്ത അത് സത്യമാണെന്ന് അവർ റസൂലുള്ളാഹിനോട് സ്ഥിരീകരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ചില ഉദ്ധരണികൾ പ്രകാരം റസൂലുള്ളാഹി ഞെട്ടിപ്പിക്കുന്ന വാർത്ത കേട്ട ഉടനെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ വസ്ത്രം, ആ ഷാള് മുഖത്തേക്കിട്ട് റസൂലുള്ളാഹി ഒരല്പനേരം അവിടെ ചെരിഞ്ഞു കിടന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വഹാബികൾ മുഴുവൻ ആശങ്കയിലാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ഒരല്പനേരം കിടന്നതിന് ശേഷം റസൂലുള്ളാഹി സന്തോഷത്തോടുകൂടെ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, അല്ലാഹു അക്ബർ, അബ്ശിർ യാ മഅ്ശറൽ മുസ്ലിമീൻ ബി ഫത്ഹില്ലാഹി വ നസ്ർ. അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടും അവൻ്റെ ഭാഗത്തു നിന്നുള്ള വിജയം കൊണ്ടും നിങ്ങൾ സന്തോഷിക്കുക. അപ്പോൾ ചിന്തിച്ച് നോക്കുക, ഭൗതികമായിട്ട് ആ ഒരു സന്ദർഭത്തെ നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ യാതൊരു പ്രതീക്ഷക്കും വകയില്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് മുസ്ലിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പുറമേ നിന്നും അകത്തുനിന്നും എല്ലാം അവരെ ശത്രുക്കൾ എല്ലാ അർത്ഥത്തിലും വളഞ്ഞിരിക്കുകയാണ്. ആ സമയത്താണ് ഏറ്റവും വലിയ പ്രതീക്ഷയുടെ ആ പദങ്ങളെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അത് റസൂലുള്ളാഹിൻ്റെ ഈമാൻ, അതേപോലെ തന്നെ ആ അടിയുറച്ച യഖീൻ, അതെല്ലാം വളരെ തുറന്ന് കാണിച്ചു തരുന്നുണ്ട്. അതോടൊപ്പം അത് നുബുവത്തിനുള്ള മറ്റൊരു തെളിവ് കൂടെയാണ്. കാരണം വിമർശകർ ആരോപിക്കുന്നത് പോലെ റസൂലുള്ളാഹി എങ്ങാനും ഒരു വ്യാജ പ്രവാചകനായിരുന്നെങ്കിൽ നഊദു ബില്ലാഹ് ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിൽ എങ്ങനെയായാലും അവരുടെ യഥാർത്ഥ മുഖം പുറത്തു വരും. പക്ഷേ ത്രൂ ഔട്ട് സീറ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രതികൂല സാഹചര്യങ്ങളിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പ്രതീക്ഷയുടെ പദങ്ങളെല്ലാം പറയുന്നതായിട്ട് കാണുക. നേരത്തെ തൗർ ഗുഹയിൽ നമ്മൾ കണ്ടു, ഈ ഒരു സമയത്ത് നമ്മൾ കാണാൻ. അതേപോലെ തന്നെ ഇനി അല്പം കൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഹുദൈബിയ സന്ധിയുടെ ആ ഘട്ടത്തിലും മുഴുവൻ സ്വഹാബികളും പരാജയമായിട്ട് വ്യാഖ്യാനിച്ച സമയത്തും ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിജയമായിട്ടെല്ലാം റസൂലുള്ളാഹി പറയുന്നുണ്ട്. അതെല്ലാം അതേ രൂപത്തിൽ തന്നെ പിന്നീട് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വളരെ കൃത്യമായിട്ട് ഭാവിയെ സംബന്ധിച്ച് അറിയാവുന്നൊരു സ്രോതസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംസാരിക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് അതെല്ലാം കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ ബനൂ ഖുറൈളയുടെ ആ വഞ്ചനയുടെ വാർത്ത ലഭിച്ച ഈ സമയത്ത് ആ ഒരു സാഹചര്യത്തെ തരണം ചെയ്യാനുള്ള ഊർജിതമായിട്ടുള്ള ശ്രമങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി ആദ്യം ആ സൈന്യത്തെ വിഭജിക്കുകയാണ്. കാരണം ഇതുവരെ ഉള്ളതുപോലെയല്ല. ഇതുവരെ പുറമേ നിന്നുള്ള ആ ഒരു ശത്രുക്കളെ മാത്രം പ്രതിരോധിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഈ സമയത്ത് അകത്തു നിന്നും അവരും നമുക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഏത് സമയത്തും അവർ ആക്രമിക്കാം. നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ ഓർക്കുന്നുണ്ടാകും, ആ സ്ത്രീകളെയും കുട്ടികളെയെല്ലാം പാർപ്പിച്ചിട്ടുള്ള ആ കോട്ടയിലും അവരതിനുള്ള ശ്രമമെല്ലാം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൈന്യത്തിൽ നിന്നും സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ സലമ ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു, ഈ 2 ആളുകളുടെ നേതൃത്വത്തിൽ ഒരു 500ഓളം ആളുകളെ റസൂലുള്ളാഹി മദീനയെ സംരക്ഷിക്കാൻ വേണ്ടി, പ്രത്യേകിച്ച് ആ കോട്ടയുടെ ഭാഗമെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി അവരങ്ങോട്ട് പറഞ്ഞേക്കാണ്. അപ്പം അതേസമയം മറുവശത്ത് ഖുറൈശികളുടെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികൾ ഒന്നടങ്കം മദീനയിൽ എത്തിയ സമയത്ത് ആ കിടങ്ങ് കണ്ടവർ അത്ഭുതപ്പെടുകയാണ്. അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം അറബികൾക്ക് തീർത്തും അപരിചിതമായിട്ടുള്ള ഒരു പ്രതിരോധ രീതി, അവരുടെ യുദ്ധ നിഘണ്ടുവിലില്ലാത്തൊരു രീതി പേർഷ്യക്കാരനായിട്ടുള്ള സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് റസൂലുള്ളാഹി അതവിടെ നടപ്പിലാക്കിയത്. ഓർക്കുന്നുണ്ടാകും. അപ്പോൾ അവരെന്ത് ചെയ്യണമെന്നറിയാതെ കിടങ്ങിനപ്പുറം അവർ തമ്പടിച്ചിരിക്കുകയാണ്. ശത്രുക്കൾ ആ കിടങ്ങ് മുറിച്ചു കടക്കാൻ വേണ്ടി നിരന്തരം അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അത്തരം ശ്രമങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിരോധം തീർത്ത് മുസ്ലിങ്ങൾ മറുവശത്തുമുണ്ട്. അപ്പോൾ ഈ സമയത്ത് ആ ബനൂ ഖുറൈളയുടെ കൂറുമാറ്റത്തെ സംബന്ധിച്ചുള്ള ആ വാർത്ത ലഭിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളുടെ ജോലി ഭാരം ഇരട്ടിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു 500ഓളം ആളുകളെ റസൂലുള്ളാഹി മറ്റു ഭാഗത്തേക്കായിട്ട് പറഞ്ഞയച്ചു. അതുമാത്രമല്ല, ഏത് ഭാഗത്തു നിന്നും ഏത് സമയത്തും ആക്രമണം വരാം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ വളരെ ജാഗ്രതയോടുകൂടെ ആ കടങ്ങിന് ചുറ്റും അവർ വീക്ഷിക്കാൻ തുടങ്ങി. എത്രത്തോളം എന്ന് വെച്ചാൽ
രാത്രിയിലുടനീളം നേരം പുലരുവോളം അവർ ഉച്ചത്തിൽ തെക്ബീറെല്ലാം മുഴക്കി ആ കിടങ്ങിന് ചുറ്റും അവർ ഓടി നടന്നു എന്നുള്ളതാണ്. കാരണം ഇരുട്ടിലും അതിനാരും ശ്രമിക്കേണ്ടതില്ല, ഇവിടെ നിരവധി ആളുകളുണ്ടെന്നുള്ള ഒരു പ്രതീതിയെല്ലാം സൃഷ്ടിക്കാൻ ആ രൂപത്തിൽ അവർ ആ കിടങ്ങിനെ സംരക്ഷിച്ചുകൊണ്ടേയിരുന്നു. നേതാവായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം അണികൾക്ക് നിർദ്ദേശവും കൽപ്പനയും നൽകുക മാത്രമല്ല, അവരോടൊപ്പം ആ കിടങ്ങിൻ്റെ ഒരു ഭാഗത്ത് റസൂലുള്ളയും അവിടെ കാവൽ നിന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൻ്റെ കാഠിന്യം, ആ വർഷം മദീന കണ്ട ഏറ്റവും കഠിനമായിട്ടുള്ള ശൈത്യം, കൊടും തണുപ്പായിരുന്ന ആ വർഷം, അതോടൊപ്പം തന്നെ അവർക്ക് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണവും അവിടെയില്ല. അപ്പോൾ ആ തണുപ്പിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള വസ്ത്രമൊന്നും അവരുടെ കയ്യിലില്ലാത്തത് കാരണം പല സമയത്തും സ്വഹാബികൾ അവർ ടെൻറ്റിലേക്ക് പോയി അല്പസമയം അവിടെ നിന്ന് ശരീരം ചൂടാക്കി വീണ്ടും വരും. ആ രൂപത്തിലായിരുന്നു അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. അതുകൊണ്ടാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹിൻ്റെ പ്രിയ പത്നി, അവർ പറയുന്നുണ്ട്, ഞാൻ പല യുദ്ധത്തിനും സാക്ഷിയാണ്. മുറൈസി, ഖൈബർ, ഹുനൈൻ അവർ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, അതിലേറ്റവും ഭീതിജനകമായിട്ടുള്ള സാഹചര്യം ഞങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത് അത് അഹ്സാബിൽ ഖന്തക്ക് യുദ്ധത്തിലായിരുന്നു. അപ്പം അത്രയും തീക്ഷ്ണമായിട്ടുള്ള സാഹചര്യമാണ്. ഒരു കാരണവശാലും ശത്രുക്കൾ ആ കിടങ്ങ് മുറിച്ച് കിടക്കാൻ പാടില്ല. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ ഊണും ഉറക്കെല്ലാം ഒഴിഞ്ഞ് ഉണർന്നവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ സമയത്ത് തന്നെ മുസ്ലിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന മുനാഫിക്കുകൾ, കപടവിശ്വാസികൾ, അവരുടെ ആ തനിനിറം അവർ വീണ്ടും കാണിക്കുകയാണ്. മുസ്ലിങ്ങൾ ഈ രൂപത്തിലെല്ലാം പ്രവർത്തിക്കുന്ന സമയത്തും നിരവധി, അതായത് അതിലൊന്നും സഹകരിക്കാതെ നിരവധി എക്സ്ക്യൂസുകളെല്ലാം പറഞ്ഞ് അവർ അവിടെ നിന്ന് മുങ്ങാൻ തുടങ്ങി. ചില ആളുകൾ റസൂലുള്ളാഹിനെ സമീപിച്ച് പറഞ്ഞു, പ്രവാചകരെ, ഞങ്ങളുടെ വീട് മദീനക്ക് പുറത്താണ്, ഞങ്ങളുടെ ഫാമിലി ഈ ഒരു സമയത്ത് സുരക്ഷിതമല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ പോകേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ പോയിട്ടില്ലെങ്കിൽ അവിടെ പലതും സംഭവിക്കും. ഈ രൂപത്തിലുള്ള നിരവധി എക്സ്ക്യൂസുകളായിട്ട് അവർ റസൂലുള്ളാഹിനെ സമീപിക്കുകയാണ്. റസൂലുള്ളാഹി ഒരാളെയും നിർബന്ധിച്ചില്ല. ചോദിച്ച ആളുകൾക്കെല്ലാം പോകാൻ റസൂലുള്ളാഹി അനുമതി നൽകുകയാണ്. പോവുക മാത്രമല്ല, അതിനേക്കാൾ അവരുടെ ആ വൃത്തികെട്ട നാവുകൊണ്ട് വളരെ മൂർച്ചയേറിയിട്ടുള്ള ചില കമൻറ്റുകളും അവർ പറയുന്നുണ്ട്. മുനാഫിക്കുകളിൽപ്പെട്ട മുഅ്തബ് ഇബ്നു ഖുശൈർ എന്നുള്ളൊരു വ്യക്തി, അയാൾ വളരെ പരിഹാസത്തോടു കൂടെ പറയുന്നുണ്ട്, കാന മുഹമ്മദൻ യഈദുന അൻ നഅകുല കുനൂസ കിസ്റ വ കൈസർ. മുഹമ്മദ് നമ്മളോട് സല്ലല്ലാഹു അലൈഹി വസല്ലം കിസ്റയുടെയും കൈസറിൻ്റെയും എല്ലാം നിധി നമ്മൾ സ്വന്തമാക്കുമെന്നെല്ലാം മുഹമ്മദ് നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതായത് നേരത്തെ ഓർക്കുന്നുണ്ടാകും, ആ പാറ പൊട്ടിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേർഷ്യൻ സാമ്രാജ്യവും യമനെല്ലാം കീഴടക്കും എന്നുള്ളൊരു പ്രവചനം റസൂലുള്ളാഹി അവിടെ നടത്തിയിരുന്നു. നമ്മൾ ആദ്യ ഭാഗത്ത് പറഞ്ഞു. അപ്പം അതിനെ പരിഹാസത്തോടുകൂടി അയാൾ പറയാണ്. ശേഷം അയാൾ പറയാണ്, എന്നിട്ടിപ്പോൾ സ്വന്തമായിട്ടൊന്ന് മലമൂത്ര വിസർജനത്തിന് പോലും പുറത്തു പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പോൾ അയാൾ ഇതെല്ലാം ബടായിട്ട് പറയാമെന്നെല്ലാം റസൂലുള്ളാഹിനെ അവിടെ വെച്ചുകൊണ്ട് പരസ്യമായിട്ട് അയാൾ പരിഹസിക്കുന്നുണ്ട്. അപ്പം അതെല്ലാം കേവലം വ്യാജ വാഗ്ദാനങ്ങളായിരുന്നു എന്നുള്ളത് ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ ആ ഭാഗത്ത് പറഞ്ഞിരുന്നു, 10 താഴെ വർഷം കൊണ്ട് റസൂലുള്ളാഹിൻ്റെ ആ മുഴുവൻ പ്രവചനങ്ങളും അവിടെ പുലരുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് അയാൾ പരിഹസിക്കുകയാണ്. അപ്പോൾ അള്ളാഹു അവരുടെ ആ സമീപനം, അവരുടെ ആ നിലപാട്, അല്ലെങ്കിൽ അവരുടെ ആ ഭീരുത്വം, ആ വാക്കുകളെല്ലാം അള്ളാഹു തുറന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, സൂറത്തുൽ അഹ്സാബ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ആ സൂറത്ത്, നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു ആയത്ത് കഴിഞ്ഞ ഉടനെ 12 മുതൽ 20 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു ആ മുനാഫിക്കുകളുടെ വ്യത്യസ്തമായിട്ടുള്ള അവരുടെ ആ മാനസികാവസ്ഥയാണ് അള്ളാഹു അവിടെ തുറന്നു കാണിക്കുന്നത്. ആ ഒരു ആയത്തുകൾ നിങ്ങൾ പരിശോധിക്കുക. 12ാമത്തെ ആയത്തിൽ വഇദ് യഖൂലുൽ മുനാഫിഖൂന വല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, അള്ളാഹു പറയാണ്, ആ കപടവിശ്വാസികളും അതേപോലെ തന്നെ അവരോടൊപ്പം ആ ഹൃദയത്തിലെ രോഗമുള്ള ആളുകളും അവർ പറഞ്ഞു, മാ വഅദന അല്ലാഹു വ റസൂലുഹു ഇല്ലാ ഗുറൂറ, അള്ളാഹുവും അവൻ്റെ റസൂലും വാഗ്ദാനം ചെയ്തത് വഞ്ചന മാത്രമാണ്. അതായത് അയാളുടെ ആ കമൻറ്റിനെയാണ് അള്ളാഹു അവിടെ ഒപ്പിയെടുക്കുന്നത്. മറ്റൊരു സൈഡ് പോയിന്റ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ടത്, ഈ നിഫാഖ് എന്നുള്ളത്, കപടവിശ്വാസം, ആ മദീനൻ സീറയിൽ പ്രധാനപ്പെട്ട ഒരു എലമെൻ്റാണ്. ഓരോ സംഭവത്തോടൊപ്പവും അതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ആയത്തുകൾ, അതൊരു കോൺസ്റ്റൻറ്റ് തീമായിട്ട് ഓരോ സംഭവങ്ങളോടൊപ്പവും കാണാൻ സാധിക്കും. ഉഹുദ് മുതൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഉഹുദിൽ വഴിയിൽ വെച്ച് അവർ പിന്മാറി, അവരുടെ ആ തനിനിറം, അവരുടെ ആ മുഖംമൂടി അഴിഞ്ഞു വീണു. അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന ആയത്തുകളിൽ സൂറത്തു ആലിമ്രാനിലും സൂറത്തു നിസായിലെല്ലാം വലിയൊരു ഭാഗം ആ മുനാഫിക്കുകളെ സംബന്ധിച്ചുള്ള ചർച്ചയാണ്. അതിനുശേഷം ബനുൽ മുസ്തലഖ് നമ്മൾ പറഞ്ഞു, അതിനിടയിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് സൂറത്തുൽ മുനാഫിഖൂൻ എന്നുള്ളൊരു മുഴുനീള അധ്യായം തന്നെ അള്ളാഹു നൽകുന്നുണ്ട്. ശേഷം ആ സമൂഹം ഒന്നടങ്കം അഭിമുഖീകരിക്കേണ്ടി വന്ന വലിയൊരു ഫിത്ന, ഇഫ്ക്, ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ ഉണ്ടായ അപവാദം, ആ സമയത്തും അവരുടെ നിലപാടുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് അള്ളാഹു നൽകിയ സൂറത്ത് നൂറിൽ വലിയൊരു പോർഷൻ മുനാഫിക്കുകളായിട്ട് ബന്ധപ്പെട്ട ചർച്ചയാണ്. ഇനി നമ്മുടെ ആ കോണ്ടെക്സ്റ്റ് അഹ്സാബിലേക്ക് വരുന്ന സമയത്തും ഖന്തക്ക് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടും അവരുടെ നിലപാടുകൾ ഈ സൂറത്തുൽ അഹ്സാബിൽ വലിയൊരു ഭാഗം അള്ളാഹു ചർച്ച ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ
മുനാഫിക്കുകളുടെ ആ മുഖംമൂടി അഴിയൽ, അവരുടെ ആ തനിനിറം അവർ പുറത്ത് കാണിക്കുക. പണ്ഡിതന്മാർ പറയുന്നുണ്ട് 2 സന്ദർഭങ്ങളിലാണ്. ഒന്നാമതായിട്ട് ഫി വക്തി ഷിദ്ദ, പ്രതികൂല സാഹചര്യങ്ങളിൽ, കഠിന സാഹചര്യങ്ങളിൽ അവരുടെ ആ തനിനിറം അവർ പുറത്ത് കാണിക്കും. ഉഹുദുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടു, ഇപ്പം ഇവിടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഒരു റിസ്ക്കും ഇല്ലാതെ അനുകൂല സാഹചര്യങ്ങളാണെങ്കിൽ അവർ മുന്നിലുണ്ടാകും. ഹംറ അൽ അസദിൽ, അതേപോലെ തന്നെ ബനുൽ മുസ്തലഖിലെല്ലാം അവർ മുൻപന്തിയിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് ഫി വക്തിൽ ഫിത്ന, ആ പ്രശ്നങ്ങൾ, കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവർ ഒരു ആകർഷണ സ്വഭാവം അല്ലെങ്കിൽ അത് വഷളാക്കാൻ വേണ്ടി അവർ മുന്നിലുണ്ടാകും. അപ്പം ഇത് നിഫാഖ് എന്നുള്ളത് അത് കേവലം മദീനയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അത് ഇതേ രൂപത്തിലുള്ള സമീപനങ്ങളും നിലപാടുകളെല്ലാം അത് ഖിയാമത്ത് നാൾ വരെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അള്ളാഹു ഇത്രയും പ്രധാനപ്പെട്ടൊരു വിഷയമായിട്ടത് ഹൈലൈറ്റ് ചെയ്യാനുള്ള കാരണം. ഇനി അടുത്ത 13-ാമത്തെ ആയത്ത് നമ്മൾ ആ ഒരു ഭാഗം ഒന്ന് ഓടിച്ചു പോവാണ്. വഇദ് ഖാല ത്വാഇഫത്തും മിൻഹും യാ അഹ്ല യസ്രിബ് ലാ മുഖാമ ലക്കും ഫർജിഉ. അവർ പറഞ്ഞതാണ്, യസ്രിബുകാരെ, നിങ്ങൾക്ക് ഇനി നിലനിൽപ്പില്ല അല്ലെങ്കിൽ നിൽക്കക്കള്ളിയില്ല, നിങ്ങൾ അതുകൊണ്ട് ഫർജിഉ, നിങ്ങൾ മടങ്ങിക്കൊള്ളുക. ആ ഒരു ആയത്തിനെ 2 രൂപത്തിൽ നോക്കി കാണാവുന്നതാണ്. ഫർജിഉ, നിങ്ങൾ മടങ്ങിക്കൊള്ളുക എന്നുള്ളത് ഒന്നാമതായിട്ട് മുനാഫിക്കുകളായിട്ടുള്ള ആളുകൾ അവിടെ ആ കിടങ്ങിന് കാവലുന്ന ആളുകളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി, നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്, ഏറ്റവും നല്ലത് നിങ്ങൾ മടങ്ങിപ്പോകുന്നതാണ്. ആ രൂപത്തിലുള്ള അവരുടെ സംസാരം. അതുകൊണ്ടാണ് 18-ാമത്തെ ആയത്തിൽ ഖദ് യഅലമുല്ലാഹുൽ മുഅവ്വിഖീന മിൻകും, അള്ളാഹു പറയുന്നുണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആ മുടക്കികൾ, അത് അവരെ സംബന്ധിച്ചാണ് പറയുന്നത്. രണ്ടാമതായിട്ട് ഈ ഒരു ആയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം, ആയത്തിൽ അഭിസംബോധന ചെയ്യുന്നത് യാ അഹ്ല യസ്രിബ് എന്നുള്ളതാണ്. യസ്രിബ് എന്നുള്ളത് മദീനയുടെ പഴയ പേരാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ യസ്രിബ് എന്ന് പറയാറില്ല, നമുക്കത് മദീന അല്ലെങ്കിൽ മദീനത്തു നബിയാണ്. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആനും ആ ഒരു പട്ടണത്തെ മദീന എന്നാണ് വിശേഷിപ്പിച്ചത്. എത്രത്തോളം എന്ന് വെച്ചാൽ ഈ ഒരു സൂറത്തിൽ വരെ 60-ാമത്തെ ആയത്തിൽ മദീന എന്നാണ് അള്ളാഹു വിളിക്കുന്നത്. അതേസമയം മൊത്തം ഖുർആനിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ് യസ്രിബ് എന്നുള്ള ആ മദീനയുടെ പഴയ പേര് കടന്നു വരുന്നത്. എന്തുകൊണ്ട്? കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരൊറ്റ പദം വഴി അള്ളാഹു യഥാർത്ഥത്തിൽ ആ കൂട്ടരുടെ അകം തുറന്നു കാണിക്കുകയാണ്. അവരുടെ ആ മനോഭാവങ്ങൾ, അവരുടെ ആ ചിന്താഗതി, അവരുടെ ആഗ്രഹങ്ങളെല്ലാം അള്ളാഹു ആ ഒരൊറ്റ പദം വഴി തുറന്നു വെക്കുകയാണ്. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അവരുടെ ലീഡർ അബ്ദുല്ലാഹി ബിൻ ഉബയ്യ് ബിൻ സലൂൽ ലഅനഹുല്ലാ, അയാൾ അധികാരത്തിലേക്ക് കയറാനിരിക്കുന്ന സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഹിജ്റ ചെയ്തെത്തുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അതിലുള്ള അമർഷം കാരണം നിരന്തരം അയാളും അല്ലെങ്കിൽ അയാൾ അനുയായികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ എല്ലാ പ്രശ്നത്തിനും കാരണം ഇസ്ലാമും മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിങ്ങോട്ട് വന്നതാണ്, ഈ നാട് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നത്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ നിന്നും അവരെ അടിച്ച് ഓടിക്കേണ്ടതുണ്ട്. നേരത്തെ ബനുൽ മുസ്തലഖിൽ അയാളുടെ തന്നെ സംസാരം അള്ളാഹു പിന്നീട് കോട്ട് ചെയ്യുന്നുണ്ട്. സൂറത്തുൽ മുനാഫിഖൂനിൽ യഖൂലൂന ലഇൻ റജഅന ഇലൽ മദീനതി ലയുഖ്രിജന്നൽ അഅ്സു മിൻഹൽ അദൽ, അയാളെ തന്നെ അള്ളാഹു ഉദ്ധരിക്കുന്നുണ്ട്. അപ്പം എല്ലാ പ്രശ്നത്തിനും കാരണം അവരാണ്. അവരെ പുറത്താക്കി ആ പഴയ യസ്രിബിലേക്ക്, അതിൻ്റെ ആ ഒരു പ്രതാപം നമുക്ക് വീണ്ടെടുക്കേണ്ടതുണ്ട്. ആ പഴമയിലേക്കുള്ള ആ മടക്കം, നമ്മൾ ഗർവാപ്പസി എന്നെല്ലാം പറയാറുണ്ട്, അതിനുള്ള ആഹ്വാനമാണ്. അപ്പോൾ കേവലം ആ യസ്രിബ് എന്നുള്ള ആ ഒരു പദം വഴി യഥാർത്ഥത്തിൽ മൊത്തം അവരുടെ ആ ചിന്താഗതികളെ അള്ളാഹുവിടെ ഒപ്പിയെടുക്കുകയാണ്. മനോഹരമാണ്. ശേഷം ആയത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, അവർ റസൂലുള്ളാഹിനെ സമീപിച്ച് പറഞ്ഞ ന്യായങ്ങൾ, വയസ്തഅ്ദിനു ഫരീഖും മിൻഹുമുൻ നബിയ്യ യഖൂലൂന ഇന്ന ബുയൂതന ഔറ, ഞങ്ങളുടെ വീട് സേഫല്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ യുദ്ധരംഗം വിട്ടുപോകാൻ ഞങ്ങൾക്ക് അനുമതി നൽകണം എന്നെല്ലാം അത് പറഞ്ഞ് അവർ റസൂലുള്ളാഹിനെ സമീപിച്ചത്. അതിനുശേഷം അള്ളാഹു പറയുന്നുണ്ട് വമാഹിയ ബി ഔറ ഇൻ യുരീദൂന ഇല്ലാ ഫിറാറ, യഥാർത്ഥത്തിൽ അവർ കളവ് പറയാണ്. അവരുടെ സേഫ്റ്റിക്ക് യാതൊരു പ്രശ്നവുമില്ല, അവർ കളവ് പറഞ്ഞ് അവർ രക്ഷപ്പെടാൻ വേണ്ടി ഓരോ എക്സ്ക്യൂസുകൾ പറയാണ്. ശേഷം അവരുടെ ആ കാപട്യത്തെ അള്ളാഹു തുറന്നു കാണിക്കുന്നുണ്ട്. 14ഉം 15ഉം ആയത്തുകളിൽ അവർ സമൂഹത്തിൽ ഫിത്തനകൾ, കുഴപ്പമുണ്ടാക്കുന്നതിനെ സംബന്ധിച്ചും അതല്ലെങ്കിൽ കുഴപ്പമുണ്ടാക്കുന്ന ആളുകൾക്ക് അവർ നൽകുന്ന സപ്പോർട്ടിനെ സംബന്ധിച്ചും അള്ളാഹു പറയുന്നുണ്ട്. അതേപോലെ തന്നെ അവർ ഉടമ്പടികൾ ലംഘിക്കുന്നതിനെ സംബന്ധിച്ച്, അതായത് നേരത്തെ ഉഹുദിൽ ആ രൂപത്തിൽ വലിയൊരു വീഴ്ച അവരിൽ നിന്നും വന്നതിന് ശേഷം ഇനി അത്തരത്തിൽ ഒരിക്കലും ആവർത്തിക്കില്ല എന്നുള്ള വാക്കെല്ലാം അവർ നൽകിയിരുന്നു. വലഖദ് കാനു അഹദുല്ലാഹ മിൻ ഖബ്ലു ലാ യുവല്ലൂനൽ അദ്ബാർ, ആ രൂപത്തിലുള്ള വാക്കെല്ലാം നൽകിയിരുന്നു. പക്ഷേ അതെല്ലാം ഈ സമയത്ത് അവർ മറക്കുകയാണ്. അപ്പം അവരുടെ ഈ ഒരു പ്രതികരണത്തിൻ്റെ കാരണങ്ങളാണ് പിന്നീട് അങ്ങോട്ട് 16ഉം 17ഉം ആയത്തുകളിൽ അവരുടെ ആ രോഗം അള്ളാഹു ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്. അവർ ആ മരണഭയത്താൽ അല്ലെങ്കിൽ യുദ്ധത്തിൽ കൊല്ലപ്പെടുമെന്നുള്ള കാരണം, അതുകൊണ്ടാണ് നിങ്ങൾ ഒളിച്ചോടുന്നതെങ്കിൽ അള്ളാഹു പറയുന്നുണ്ട്, അതുകൊണ്ട് എന്ത് കാര്യം, നിങ്ങൾ ഓടി രക്ഷപ്പെട്ടാലും എത്ര കാലം എന്ന് വെച്ചിട്ടാണ് നിങ്ങൾ ജീവിക്കുക. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾക്ക് അള്ളാഹിൻ്റെ ആ വിധി നിങ്ങൾക്ക് തടുക്കാൻ സാധിക്കുമോ? നിങ്ങൾ ഓടി അളിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹു കണക്കാക്കിയത് പ്രകാരം സംഭവിക്കും. ഇൻ അറാദബിക്കും സൂ അൻ
ഔ അറാദബിക്കും റഹ്മത്തൻ, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അതേ സംഭവിക്കൂ. നേരത്തെ ഉഹുദിലും സമാനമായിട്ട് അവർ പ്രതികരിച്ചിരുന്നു. യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് തിരിച്ചടിയേറ്റ് 70ഓളം ആളുകൾ ഷഹീദായി. അങ്ങനെ യുദ്ധാനന്തരം മദീനയിലും അവർ പറഞ്ഞു, സൂറത്ത് ആലിമ്രാൻ്റെ 168 വചനത്തിൽ അവർ പറയുന്നുണ്ട്, ലൗ അതാഊന മാ ഖുതിലു, ഞങ്ങൾ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ, ഞങ്ങൾ അനുസരിച്ചിരുന്നെങ്കിൽ ഇത്രയും ആളുകൾ അവിടെ വധിക്കപ്പെടുമായിരുന്നില്ല. ഈ രൂപത്തിലെല്ലാം അവർ സംസാരിക്കാൻ തുടങ്ങി. അള്ളാഹു അതിനുള്ള മറുപടിയായിട്ട് സൂറത്ത് ആലിമ്രാൻ്റെ 154 വചനത്തിൽ, ഖുൽ ലൗ കുൻതും ഫീ ബുയൂതികും ലബറസല്ലദീന കുതിബ അലൈഹിമുൽ ഖത്ലു ഇലാ മളാജിഇഹിം, അള്ളാഹു പറയുന്നുണ്ട്, അതായത് നിങ്ങൾ ആ മരണത്തെയും പേടിച്ച് യുദ്ധത്തിനൊന്നും പോകാതെ നിങ്ങൾ വീട്ടിലിരുന്നാലും ഞാൻ നിങ്ങൾക്ക് ആ മരണം വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ മരണത്തെയും കണ്ടുമുട്ടുന്ന ആ സ്ഥലത്തേക്ക് നിങ്ങൾ ആ വീട്ടിൽ നിന്നും സ്വയം ഇറങ്ങി പുറപ്പെട്ടു വരും. അതല്ലെങ്കിൽ ഇനി നിങ്ങൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ ആ മരണം നിങ്ങളെയും തേടി വീട്ടിലേക്ക് വരും. അപ്പോൾ ആ മരണഭയം അതിന് പരിഹാരമല്ല, അത് അള്ളാഹു എന്താണോ വിധിച്ചത് അതേ പ്രകാരം തന്നെ സംഭവിക്കുമെന്ന് അള്ളാഹു അവിടെ പറയുകയാണ്. ശേഷം 18 മുതൽ 20 വരെയുള്ള ആയത്തുകൾ ഞാൻ ഓടിച്ചു പോവാണ്. ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ ആ തഫ്സീർ വെച്ച് ആ ഭാഗം പരിശോധിക്കുക. അതിനുള്ള ഒരു പ്രചോദനമാകാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു ഭാഗമെല്ലാം നമ്മൾ കവർ ചെയ്യുന്നത്. പറയുന്ന ഞാനും നിങ്ങളും ഈ ചരിത്രം കേട്ടതിന് ശേഷം ആ സൂറത്തുൽ അഹ്സാബ് ഒന്ന് മുഴുവനായിട്ട് നിങ്ങൾ വായിക്കുക. അപ്പോൾ അവിടെ അള്ളാഹു അവരുടെ ആ മുടക്കുന്ന നിലപാടുകളെ സംബന്ധിച്ച് ഖദ് യഅലമുല്ലാഹുൽ മുഅവ്വിഖീന മിൻകും, അതായത് എല്ലാത്തിൻ്റെയും വഴിമുടക്കികളായിട്ട് അത് ചെയ്യുന്ന ആളുകളെ കൂടെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന രൂപത്തിലുള്ള അവരുടെ സംസാരം. അതേപോലെ തന്നെ 19 ആയത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, അവർ വളരെ മൂർച്ചയേറിയിട്ടുള്ള കുത്തുവാക്കുകൾ അവിടെ വെച്ച് പറഞ്ഞത്. അള്ളാഹു അവരെ സംബന്ധിച്ച് സലഖൂക്കും ബി അൽസിനത്തിൻ ഹിദാദ്, അള്ളാഹു പറയുന്നുണ്ട്, മൂർച്ചയേറിയ കത്രിക പോലെയുള്ള അവരുടെ ആ നാവ് കൊണ്ട് അവർ കുത്തി പറയും. അപ്പോൾ നാവിനെ സംബന്ധിച്ച് പറയാറുണ്ട്, അതിന് എല്ലുകളൊന്നുമില്ലെങ്കിലും മറ്റൊരാളുടെ ഹൃദയത്തെ തകർക്കാനുള്ള കരുത്ത് ശക്തിയുണ്ട് എന്നുള്ളതാണ്. മൂർച്ചയേറിയ നാവ് കൊണ്ട് രക്തം വരാതെ നിങ്ങൾക്ക് മറ്റൊരാളെ വധിക്കാൻ സാധിക്കും. അപ്പോൾ അവരുടെ ആ കുത്തുവാക്കുകൾ അള്ളാഹു അവരുടെ നാവിനെ പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്യുകയാണ്. ഇനി സൂറത്തിൻ്റെ അടുത്ത ഭാഗത്ത് ആ ഒരു സന്ദർഭത്തിൽ മുസ്ലിങ്ങളുടെ ആ പ്രതികരണം, അതിൻ്റെ മറുവശമാണ് പിന്നീട് അള്ളാഹു സൂചിപ്പിക്കുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ ആ മധ്യത്തിൽ 21 ആയത്ത്, പ്രസിദ്ധമായിട്ടുള്ള ആയത്ത് അവിടെ കടന്നു വരുന്നുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അള്ളാഹു പറയുന്നുണ്ട്, അതായത് തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ ദൂതനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള മാതൃകയുണ്ട്. ആ പ്രസിദ്ധമായിട്ടുള്ള ആയത്ത് അവിടെയാണ് കടന്നു വരുന്നത്. നമ്മൾ സീറയുടെ 1 ഭാഗത്തെല്ലാം ആ ഒരു ആയത്തിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു ആയത്ത്, ആ ഉത്തമ മാതൃക, അത് പൊതുവായിട്ടാണ് പറയുന്നതെങ്കിലും ആ ആയത്ത് കടന്നു വരുന്ന കോണ്ടെക്സ്റ്റ് ശ്രദ്ധേയമാണ്. ഖന്തക്ക് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ഒരു ആയത്ത് കടന്നു വരുന്നത്. അതായത് ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിൽ പതറാതെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കുന്ന പ്രതികരണം, റസൂലുള്ളാഹിൻ്റെ തുല്യതയില്ലാത്ത നിശ്ചയദാർഢ്യത്തെ സംബന്ധിച്ച് അതിലെല്ലാം നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള മാതൃകയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രതിസന്ധിയിലാണ് ഏതൊരാളും പതറിപ്പോവുക. അപ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കുന്ന നിലപാടുകൾ, അതേപോലെ റസൂലുള്ളാഹിൻ്റെ ആ ത്യാഗസന്നദ്ധത, ആ നേതാവായിട്ടും അവരിൽ ഒരുവനായിട്ട് അവരോടൊപ്പം ആ കിടങ്ങ് കുഴിക്കാനും വിശപ്പ് സഹിക്കാനും ആ കാവൽ നിൽക്കാനെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും റസൂലുള്ളാഹിൻ്റെ കുടുംബവും, ആ കോട്ടയിൽ റസൂലുള്ളാഹിൻ്റെ കുടുംബമുണ്ട്. അനുയായികളോട് ചെയ്യാൻ കൽപ്പിക്കുന്ന ഏതൊരു കാര്യത്തിലും മറ്റുള്ളവരെക്കാൾ മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ സാധിക്കും, പ്രത്യേകിച്ച് പ്രതികൂല സാഹചര്യങ്ങളിൽ. കാരണം വിശ്വാസികൾ തിളങ്ങേണ്ടത് ഇരുട്ടിലാണ്. കാരണം അവരുടെ കയ്യിൽ മാത്രമാണ് ആ ഖുർആനാകുന്ന ആ നൂർ അള്ളാഹു നൽകിയിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നുള്ള നടക്കുന്ന ഖുർആൻ പ്രതിസന്ധി സാഹചര്യങ്ങളിൽ ഏറ്റവും തിളങ്ങുന്ന, അല്ലെങ്കിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗദർശനം റസൂലുള്ളാഹിയിൽ കാണാൻ സാധിക്കും. ആ സാഹചര്യങ്ങളിൽ മാത്രമല്ല, മറിച്ച് ആ ജീവിതത്തിലുടനീളം ഓരോ ഘട്ടത്തിലേക്കും വേണ്ട ഉത്തമമായിട്ടുള്ള മാർഗദർശനം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഇനി അവസാനമായിട്ട് 2 ആയത്തുകൾ കൂടെ. 22 ആയത്തിൽ അതിൻ്റെ ഒരു മറുവശാണ് അള്ളാഹു പറയുന്നത്. വിശ്വാസികളായിട്ടുള്ള ആളുകൾ റസൂലുള്ളാഹിൻ്റെ അത്തരം വാഗ്ദാനങ്ങൾ കേൾക്കുന്ന സമയത്ത് അവരുടെ പ്രതികരണങ്ങൾ, നേരത്തെ 12 ആയത്തുമായിട്ട് ഇതിനെ ചേർത്ത് വെക്കുക. അവർ മുനാഫിക്കുകളായിട്ടുള്ള ആളുകൾ അതിനെ പരിഹസിച്ച സമയത്ത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിലവർ വിശ്വസിക്കും. അതേപോലെ തന്നെ അത് കാരണം വമാ സാദഹും ഇല്ല ഈമാനൻ വ തസ്ലീമ, അവരുടെ ഈമാനും അതേപോലെ തന്നെ അവരുടെ ആ ഒരു അർപ്പണബോധമെല്ലാം വർദ്ധിക്കാൻ അത്തരം വാഗ്ദാനങ്ങൾ കാരണമായിത്തീരും. കാരണം ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നുള്ളത് അള്ളാഹു നേരത്തെ തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറയുടെ 155 വചനത്തിൽ വലനബുലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, നിങ്ങളെ ഭയം മൂലം അതേപോലെ തന്നെ പട്ടിണിയും ആ ധനനഷ്ടം ജീവനഷ്ടം അത് മുഖേന എല്ലാം നിങ്ങൾ പരീക്ഷിക്കപ്പെടും. വബശ്ശിരി സ്വാബിരീൻ, ആ സമയത്ത് ക്ഷമ അവലംബിക്കുന്ന ആളുകൾക്കാണ് സന്തോഷ വാർത്ത.
അപ്പം ഇതെല്ലാം അവർക്ക് നേരത്തെ തന്നെ അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ അവർ പ്രവർത്തിക്കുകയാണ്. അതേസമയം മറുവശത്ത് മുനാഫിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർ കേവലം നാവുകൊണ്ട് പറയുക മാത്രമാണ്. ഉഹദിന് ശേഷം അള്ളാഹു നൽകിയ സൂറത്തു സൊഫിൽ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, അള്ളാഹുവും റസൂലുമായിട്ടുണ്ടാക്കിയ ഉടമ്പടിയെ അവർ നിരന്തരം മറക്കുന്നവരാണ്. നേരത്തെ 15-ാമത്തെ ആയത്ത് നമ്മൾ പറഞ്ഞു. അതേസമയം ഇനി വിശ്വാസികളിലേക്ക് നോക്കുകയാണെങ്കിൽ അടുത്ത ആയത്ത് 23-ാമത്തെ ആയത്തിൽ മിനൽ മുഅ്മിനീന റിജാലുൻ സ്വദഖൂ മാ അഹദുല്ലാഹ അലൈഹി, അള്ളാഹു പറയാണ് വിശ്വാസികളിലുള്ള ചില ആൺകുട്ടികൾ അവർ ആ ഉടമ്പടി പാലിക്കുന്നവരാണ്. അള്ളാഹിൻ്റെ മാർഗത്തിൽ ജീവൻ വരെ നൽകി അവർ ആ പ്രതിജ്ഞ നിറവേറ്റുന്നവരാണെന്ന് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. അതിൻ്റെ തഫ്സീറിൽ അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹൃദയസ്പർശിയായിട്ടുള്ള ഉഹുദിലുള്ള ചരിത്രമെല്ലാം അതിൻ്റെ വിശദീകരണത്തിൽ കാണാൻ സാധിക്കും. നേരത്തെ ഉഹുദിൽ നമ്മളതെല്ലാം വിശദീകരിച്ചുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഇനി നമ്മൾ ആ പറഞ്ഞു നിർത്തിയ ഖന്തക്കിൻ്റെ ചരിത്രത്തിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. ഇപ്പോൾ മുസ്ലിങ്ങൾ കിടങ്ങിന് ചുറ്റും ഊണുമുറക്കെല്ലാം ഒഴിഞ്ഞ് അവർ ശത്രുക്കളെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മുനാഫിക്കളായിട്ടുള്ള ആളുകൾ നിരവധി ന്യായങ്ങളെല്ലാം പറഞ്ഞ് അവർ തടി തപ്പുകയാണ്. ആ സമയത്തുടനീളം ശത്രുഭടന്മാരിൽ നിന്നും നിരവധി ആളുകൾ ആ കിടങ്ങ് മുറിച്ചു കടക്കാൻ വേണ്ടി തീവ്ര ശ്രമങ്ങൾ ദിവസങ്ങളായിട്ട് അവർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അവസാനം അവരിൽപ്പെട്ട 5 ആളുകളുടെ ആ ശ്രമം വിജയം കാണുകയാണ്. അവർ കിടങ്ങിൻ്റെ ഒരു ഇടുങ്ങിയ ഒരു കുടിസായിട്ടുള്ള ഭാഗം കണ്ടെത്തി അതിലൂടെ കുതിരയെ ചാടിച്ച് ഒരുവിധം അവർ ആ കിടങ്ങിൻ്റെ ഇപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആ കിടങ്ങിലേക്ക് അവർ കടക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഖുറൈശികളുടെ ഒരു ധീരനായിട്ടുള്ള യോദ്ധാവ്, ഒരു മല്ലനായിരുന്ന അംർ ബിൻ അബ്ദുവുദ് എന്നുള്ള വ്യക്തിയാണ്. അയാളോടൊപ്പം ഇക്രിമ ഇബിൻ അബീ ജഹൽ, അതേപോലെ തന്നെ ദിറാർ ഇബിൻ അൽ ഖത്താബ്. ശേഷം അവരിൽ പ്രധാനിയായിരുന്ന അംർ ബിൻ അബ്ദുവുദ് മുസ്ലിങ്ങളെ ആ മുബാറസക്ക് വേണ്ടി ദ്വന്ദ്വ യുദ്ധത്തിന് വേണ്ടി വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ ഈ അംർ ബിൻ അബ്ദുവുദ്ദിനെ നമ്മളൊന്ന് അടുത്തറിയേണ്ടതുണ്ട്. ഖുറൈശികളിലെ ഏറ്റവും ധീരനായിട്ടുള്ള യോദ്ധാവായിരുന്നു. അയാൾ അറിയപ്പെടുന്നത് തന്നെ 1000 ആളുകൾക്ക് തുല്യനായ, അല്ലെങ്കിൽ 1000 ആളുകളുടെ കായബലുള്ള ആൾ എന്നുള്ള പേരിലെല്ലാം അയാൾ പ്രശസ്തനായിരുന്നു. ഇപ്പോൾ യുദ്ധക്കളത്തിൽ അയാൾ തലയിലൊരു ചുവന്ന തലപ്പാവ്, ഒരു റിബണെല്ലാം ധരിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഇസാബത്തുൽ ഹംറ, അതക്കാലത്ത് യുദ്ധക്കളത്തിൽ ഏറ്റവും ധീരന്മാരായിട്ടുള്ള ആളുകളാണ് അത് ധരിക്കുക. അത് ഇസാബത്തുൽ മൗത്ത്, മരണത്തിൻ്റെ തലപ്പാവ് എന്നുള്ള പേരിലെല്ലാം പ്രശസ്തമാണ്. അതായത് അത് യുദ്ധത്തിൽ ഒരാൾ ധരിച്ചു കഴിഞ്ഞാൽ അതൊരു വെല്ലുവിളി ഉയർത്തുന്നത് പോലെയാണ്. ആരും തന്നെ നേരിടാൻ, ആര് വന്നാലും ഞാൻ കഥ കഴിക്കും എന്നുള്ള രൂപത്തിലുള്ള ഒരു പ്രതീതിയാണ് ആ ചുവന്ന തലപ്പാവ്, അതിൻ്റെ പ്രതീകമാണ്. നേരത്തെ ഉഹദിൻ്റെ ചരിത്രത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, അബൂ ദുജാന റളിയല്ലാഹു അൻഹു അത് ധരിച്ച് ശത്രുക്കൾക്കിടയിലൂടെ നടന്നതെല്ലാം നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ചുമന്ന തലപ്പാവെല്ലാം ധരിച്ച് അംർ ബിൻ അബ്ദുവുദ് അയാളെ കിടങ്ങിലേക്ക് ഇറങ്ങി അയാൾ മുസ്ലിങ്ങളെ ഒന്നടങ്കം വെല്ലുവിളിക്കാൻ തുടങ്ങി. അയാൾ പറഞ്ഞു, മുസ്ലിങ്ങളെ, നിങ്ങൾ രക്തസാക്ഷികൾ പ്രവേശിക്കുന്ന സ്വർഗത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ, ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചേരാമെന്നെല്ലാം അയാൾ ആ രൂപത്തിലുള്ള വെല്ലുവിളി അവിടെ മുഴക്കുകയാണ്. അപ്പോൾ അയാളുടെ ആ വെല്ലുവിളി കേട്ട സമയത്ത് മുസ്ലിങ്ങൾക്കിടയിൽ നിന്നും അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അയാളെ നേരിടാൻ വേണ്ടി എഴുന്നേൽക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്ലിസി അലി, ഓ അലി അവിടെ ഇരിക്കുക, അത് അംർ ബിൻ അബ്ദുവുദ്ദാണ്. കാരണം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അന്നത്തെ പ്രായം 20 അല്ലെങ്കിൽ 25 വയസ്സിന് താഴെ മാത്രമാണ്. അതേസമയം ഈ അംർ അയാൾ 70 വയസ്സിന് മീതെ, ചില ഗ്രന്ഥങ്ങൾ 80, ആ രൂപത്തിൽ നല്ല പ്രായമുള്ള ആളാണ്. അതായത് അത്രയും കാലത്തെ യുദ്ധപരിചയം, എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോൾ 70 എന്നെല്ലാം പറയുമ്പോൾ ഇന്നത്തെ പോലെയല്ല. കാരണം അന്ന് യുദ്ധക്കളത്തിൽ പല ആളുകളും 50 വയസ്സിന് മീതെ പ്രായമുള്ള ആളുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുക്കുന്നത് 50-ന് ശേഷമാണ്. അപ്പോൾ ഇന്നത്തെ നമുക്കറിയാം, ഇന്ന് 50 കസേരയിലാണ്. നമ്മളൊരു പള്ളിയിൽ പോയാൽ നിരവധി കസേരകൾ കാണാൻ സാധിക്കും. പല 50 കഴിയുമ്പോൾ തന്നെ ഇരുന്ന് നമസ്കരിക്കേണ്ട ആ രൂപത്തിലേക്ക്. അതായത് അക്കാലഘട്ടത്ത് അവരുടെ ആ ഭക്ഷണ രീതിയും അധ്വാനശീലവും കാരണം ആ രൂപത്തിലുള്ള ആരോഗ്യവാന്മാരായിരുന്നു അവർ. 90 വയസ്സിലെല്ലാം യുദ്ധം ചെയ്ത് ആ രൂപത്തിലുള്ള ചരിത്രമെല്ലാം കാണാൻ സാധിക്കും. അങ്ങനെ അംർ ആ കിടങ്ങിൽ നിന്നും രണ്ടാമതും അതേ വെല്ലുവിളി ആവർത്തിക്കുകയാണ്. ആ സമയത്തും അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അയാളെ നേരിടാൻ വേണ്ടി എഴുന്നേറ്റു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കാൻ പറഞ്ഞു. മൂന്നാമതും അയാൾ വെല്ലുവിളിച്ച സമയത്ത് അലി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. റസൂലുള്ളാഹി ആദ്യം പറഞ്ഞ അതേ കാര്യം വീണ്ടും ഉണർത്തി, ഓ അലി, അത് അംർ ബിൻ അബ്ദുവുദ്ദാണ്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു കൂളായിട്ട് പറഞ്ഞു, വ ഇൻ കാന അംർ ബിൻ അബ്ദുവുദ്, അംർ ബിൻ അബ്ദുവുദ് ആണെങ്കിലും ശരി, ഹല്ലി വല്ലി, ആ രൂപത്തിൽ അലി റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അസാധ്യമായിട്ടുള്ള ധീരതയും പോരാട്ട വീരെല്ലാം കണ്ട സമയത്ത് റസൂലുള്ളാഹി തടഞ്ഞില്ല. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ആ വാളും എടുത്ത് അംറിനെ നേരിടാൻ വേണ്ടി ആ കിടങ്ങിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ദൂരെ നിന്നും അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ട ഉടനെ അംറിന് ആളെ മനസ്സിലായില്ല. അയാൾ ചോദിച്ചു, ആരാണ് നീ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അലിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അംർ ചോദിച്ചു, അലി ഇബ്നു മുആവിയയാണോ? ആ പേരിലൊരാളുണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹു തിരുത്തി, അല്ല, അലി ഇബ്നു അബീ ത്വാലിബ്. ഉടനെ തന്നെ അംറിന് ആളെ മനസ്സിലായി. അയാൾ പറഞ്ഞു, യാ ബുനയ്യ, പൊന്നു മോനെ, കൊച്ചേ, നിന്നേക്കാൾ പ്രായമുള്ള ആൾ വേറെ ആരും ആ കൂട്ടത്തിലില്ലേ?
കുട്ടിയായിട്ടുള്ള നിന്റെ രക്തം ഒഴുക്കുന്നത് അല്ലെങ്കിൽ നിന്നെ കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അയാൾ നിസ്സാര മട്ടിൽ പ്രതികരിക്കുകയാണ്. അതായത് അയാൾ അപേക്ഷിച്ച് അലി റളിയല്ലാഹു അൻഹു വളരെ ചെറുപ്പമാണ്. അതായത് എനിക്ക് ഇര പോരാ എന്നുള്ള രൂപത്തിൽ അയാൾ പറയുകയാണ്. അലി റളിയല്ലാഹു അൻഹു മറുപടിയായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ വധിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ല, പക്ഷേ എനിക്ക് നിങ്ങളെ വധിക്കാൻ ആഗ്രഹമുണ്ട്, നിങ്ങളെ വധിച്ചേ ഞാൻ പോകൂ. ആ രൂപത്തിൽ സംസാരിക്കുകയാണ്. അത് കേട്ടതോടുകൂടെ അത്യധികം ദേഷ്യത്തോടുകൂടെ അംർ ബിൻ അബ്ദുവുദ് അയാളുടെ കുതിരപ്പുറത്തൊന്നും ചാടി ഇറങ്ങുകയാണ്. പിന്നീട് അവിടെ ആ കിടങ്ങിൽ അവർ തമ്മിൽ അതിഘോരമായിട്ടൊരു സംഘട്ടനമാണ് നടക്കുന്നത്. കാഴ്ചക്കാരായ സ്വഹാബികൾ പറയുന്നുണ്ട്, അവിടെ മൊത്തം പൊടിപടലം നിറഞ്ഞത് കാരണം എന്താണ് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്ക് കാണാൻ വയ്യ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസം മൂലം റസൂൽ അങ്ങോട്ട് നോക്കിയത് പോലുമില്ല. വാളിൻ്റെ ശബ്ദം മാത്രമേ ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുള്ളൂ. അതിനിടയിൽ എന്താണ് നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് കാണാൻ വയ്യ. അവർ മുഴുവൻ ആശങ്കയിലാണ്. അങ്ങനെ ഒരുപാട് സമയത്തിന് ശേഷം പൊടിപടലങ്ങൾക്ക് നടുവിൽ നിന്നും അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉച്ചത്തിലുള്ള തക്ബീർ ധ്വനികൾ കേട്ട സമയത്താണ് ഞങ്ങൾക്ക് സമാധാനമായത്. അലി റളിയല്ലാഹു അൻഹു അയാളെ വകവരുത്താണ്. അപ്പോൾ അവിടെ അതുവരെ സംഭവിച്ചുകൊണ്ടിരുന്നത് ഒരുപാട് നേരത്തെ സംഘട്ടനത്തിന് ശേഷം അയാൾ അവസാനം സർവ്വശക്തി ഉപയോഗിച്ച് അലി റളിയല്ലാഹു അൻഹുവിനെ വകവരുത്താൻ വേണ്ടി വാളോങ്ങി. അലി റളിയല്ലാഹു അൻഹു അത് പരിച കൊണ്ട് തടുത്തു. ആ വെട്ടിൻ്റെ ശക്തി കാരണം ആ പരിച മുറിഞ്ഞു പോയി എന്നുള്ളതാണ്. ആ തടുക്കുന്ന അതേ സമയത്ത് തന്നെ അലി റളിയല്ലാഹു അൻഹു തൻ്റെ വാളുകൊണ്ട് അതേ സമയത്ത് തന്നെ അയാളെ കഥ കഴിച്ചു എന്നുള്ളത്. അതിന് അപാരമായിട്ടുള്ള സ്കില്ല്, സെക്കൻഡുകൾ കൊണ്ടത് ചെയ്യാൻ അപാരമായിട്ടുള്ള സ്കില്ല് വേണം. അത്രയും എക്സ്പേർട്ട് യോദ്ധാവായിരുന്നു അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ അംർ ബിൻ അബ്ദുവുദ് അവിടെ വധിക്കപ്പെട്ടതോടുകൂടെ അയാളുടെ കൂടെ കിടങ്ങ് ചാടിയ അവശേഷിക്കുന്ന ആളുകൾ അവർ ചിന്തിക്കുകയാണ്, നമുക്കിടയിൽ ഏറ്റവും ധീരനായിട്ടുള്ള അംറിൻ്റെ വിധി ഇതാണെങ്കിൽ ഇവിടെ നിൽക്കാത്തതാണ് നല്ലതെന്ന് മനസ്സിലാക്കി അവർ ഭയന്ന് ഉടനെ തന്നെ അവർ മറുഭാഗത്തേക്ക് ഓടി രക്ഷപ്പെടുകയാണ്. അതേ സമയത്ത് തന്നെ ആ കിടങ്ങ് മുറിച്ചു കിടക്കാൻ ശ്രമിച്ച ശത്രുപക്ഷത്തുള്ള മറ്റൊരു വ്യക്തി നൗഫൽ ബിൻ അബ്ദില്ല, അയാൾ അതിന് ശ്രമിച്ച ഉടനെ തന്നെ സുബൈർ ബിൻ അൽ അവ്വാം റളിയല്ലാഹു അൻഹു ചാടി വീണ് അയാളുമായിട്ട് ഏറ്റുമുട്ടുന്നുണ്ട്. സുബൈർ റളിയല്ലാഹു അൻഹു കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്ത ഹവാരിയു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയാണ്. അപ്പോൾ നിമിഷ നേരം കൊണ്ട് തന്നെ അനായാസം സുബൈർ റളിയല്ലാഹു അൻഹു അയാളെ വകവരുത്തുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ശത്രുക്കളുടെ പല സമയത്തുള്ള ഒറ്റപ്പെട്ട ശ്രമങ്ങൾ അതിനെ പ്രതിരോധിക്കുന്നതിനിടയിൽ മുസ്ലിങ്ങൾക്കും ചില ആളുകൾ 5-6 ആളുകളെ നഷ്ടപ്പെടുന്നുണ്ട്. നുഅ്മാൻ ബിൻ തുഫൈൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ ചില ആളുകൾ മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് ഷഹീദാകുന്നുണ്ട്. അതിൽ ഖന്തക്കിൽ മുസ്ലിങ്ങൾക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ട്രാജഡി പ്രസിദ്ധനായിട്ടുള്ള മറ്റൊരു സ്വഹാബിയെ നഷ്ടപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് അത് ഈ ഒരു എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ സൂചിപ്പിക്കും. നേരത്തെ അലി റളിയല്ലാഹു അൻഹു വകവരുത്തിയ അംർ ബിൻ അബ്ദുവുദ്, അതേപോലെ തന്നെ നൗഫൽ ബിൻ അബ്ദില്ല, ആ ശത്രുക്കളുടെ എല്ലാം ആ മൃതശരീരം ബോഡി അവിടെ കിടക്കുകയാണ് മുസ്ലിങ്ങളുടെ ആ പരിധിയിൽ. അത് വിട്ടുകിട്ടാൻ വേണ്ടി ഖുറൈശികളൊരു ദൂതനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. ആ ശരീരം ഞങ്ങൾക്ക് വിട്ടുതരാണെങ്കിൽ പകരം വലിയൊരു തുക അവർ ഓഫർ ചെയ്യുന്നുണ്ട്. 10,000 ദിർഹം അവർ റസൂലുള്ളാഹിക്ക് ഓഫർ ചെയ്യുകയാണ്. ഓർക്കണം നിങ്ങൾ, ആ ഉഹുദിൽ 70ഓളം മുസ്ലിങ്ങളെ വധിച്ചതിന് ശേഷം ആ യുദ്ധാനന്തരം അതിക്രൂരമായിട്ട് മുസ്ലിങ്ങളുടെ ആ ബോഡി അംഗഭംഗം ചെയ്തായിരുന്നു ഖുറൈശികൾ അത് ആഘോഷിച്ചത്. ആ രൂപത്തിലാണ് അവർ പ്രവർത്തിച്ചത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ട ഉടനെ റസൂലുള്ളാഹി പറഞ്ഞു, ഞങ്ങൾക്ക് അവരുടെ ശരീരവും വേണ്ട, ആ ശരീരം, ആ മൃതശരീരം വിറ്റ ചീത്ത പണവും ഞങ്ങൾക്ക് വേണ്ട, അത് നിങ്ങൾക്ക് തന്നെ കൊണ്ടുപോകാം. റസൂലുള്ളാഹി യാതൊന്നും സ്വീകരിക്കാതെ ആ ശരീരം അവർക്ക് തന്നെ തിരിച്ചു നൽകുകയാണ്. അപ്പോൾ ഈ രൂപത്തിലാണ് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ശത്രുക്കൾ നിരന്തരം ആ കിടങ്ങ് മുറിച്ചു കിടക്കാൻ വേണ്ടി തക്കം പാർത്തിരിക്കുകയാണ്. മുസ്ലിങ്ങൾ സദാ അത്തരം ശ്രമങ്ങളെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പ്രതിരോധം എത്രത്തോളം എന്ന് വെച്ചാൽ ഒരിക്കൽ രാവിലെ മുതൽ രാത്രി വരെ കഠിനമായിട്ടുള്ള ആ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നതിനാൽ മുസ്ലിങ്ങൾക്ക് അവരുടെ നമസ്കാരം പോലും മിസ്സാകുന്ന സന്ദർഭം ഉണ്ടാകുന്നുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ് സ്വഹീഹുൽ ബുഖാരിയിൽ, ഒരിക്കൽ ആ ദിവസം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം നേരം ഇരുട്ടിയ സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. ജാഅ ഉമർ ബഅദമാ ഖറബത്തി ശംസ് ഫജഅല യസുബ്ബു കുഫാറ ഖുറൈശ്. അദ്ദേഹം ഖുറൈശികളിലുള്ള ആ നിഷേധികളെ അങ്ങേയറ്റം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി കാര്യം അന്വേഷിച്ചു. അദ്ദേഹം റസൂലുള്ളാഹിനോട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ ഇതുവരെ അസർ നമസ്കരിച്ചിട്ടില്ല, നേരം ഇരുട്ടിയിട്ടുണ്ട്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ സ്വല്ലൈതുഹ. റസൂലുള്ളാഹി പറഞ്ഞു, ഞാനും നിസ്കരിച്ചിട്ടില്ല. അതിനുശേഷം അവർ മുഴുവൻ ഖുംന ഇലാ ബുഹ്താൻ, അവരൊരു താഴ്വരയിലേക്ക് മാറി നിന്ന് ആ അസ്തമയത്തിന് ശേഷം നേരം ഇരുട്ടിയ സമയത്ത് അവർ ആദ്യം അസർ നമസ്കരിച്ചു. അതിനുശേഷം മഗ്രിബും അവിടെ വെച്ച് നമസ്കരിച്ചു. ആ സമയത്താണ് റസൂലുള്ളാഹി കോപം നിമിത്തം പറയുന്നത്, മല അല്ലാഹു ഖുബൂറഹും വബുയൂതഹും നാറ കമാ ശഗലൂന അൻ സ്വലാത്തിൽ വുസ്ത ഹത്താ ഗാബത്തി ശംസ്. ശത്രുക്കളുടെ വീട്ടിലും ഖബറിലെല്ലാം അള്ളാഹു തീ നിറക്കട്ടെ, കാരണം അവർ കാരണമാണ് സ്വലാത്തുൽ വുസ്ത വൈകിയത്. സ്വലാത്തുൽ വുസ്ത അത് പരിശുദ്ധ ഖുർആനിലും സൂറത്തുൽ ബഖറയുടെ 238-ാമത്തെ വചനത്തിൽ ഹാഫിദു അല സ്വലവാത്തി വസ്വലാത്തിൽ വുസ്ത, ആ സ്വലാത്തിൽ വുസ്ത അതായത് മധ്യ നമസ്കാരം എന്നുള്ളതാണ്. അത്
അസർ നമസ്കാരമാണെന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത്. അതിന് പ്രധാനപ്പെട്ട തെളിവാണ് ഈ ഒരു ഹദീസ്. അത് പ്രത്യേകമായിട്ട് അസർ നമസ്കാരത്തിന് ഊന്നൽ നൽകിയത് നിരവധി ഹദീസുകൾ കാണാൻ സാധിക്കും. പലതും അസറും ഫജ്റും റസൂലുള്ളാഹി ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് രണ്ടും നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഫജ്ർ ഉറക്ക മുഖേന, അതേപോലെ തന്നെ അസറും ചില ആളുകൾ ഉറക്ക മുഖേന, അതല്ലെങ്കിൽ ജോലിയെല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് റിലാക്സ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് നമസ്കരിക്കുക, അല്ലെങ്കിൽ പോകുന്ന വഴിയിൽ നമസ്കരിക്കാമെന്ന് കരുതും. അത് നടക്കില്ല. പിന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മറ്റുള്ള ചുറ്റുപാടിലായിട്ട് പലപ്പോഴും അത് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സ്വഹീൽ ബുഖാരി തന്നെ കടന്നു വരുന്ന മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്, അസർ നമസ്കാരം നഷ്ടപ്പെടുത്തിയ ഒരാൾക്ക് അന്നമാ ഉത്തിറ അഹ്ലഹു വമാലഹു, അയാൾ ധനവും അയാളുടെ കുടുംബം എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെയാണ്. അതിൻ്റെ പ്രാധാന്യം നോക്കുക. അതേപോലെ തന്നെ സ്വഹീഹ് മുസ്ലിമിൽ കടന്നു വരുന്ന മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്, മൻ സ്വല്ല ബർദൈൻ, ആ രണ്ട് നമസ്കാരങ്ങൾ, അതായത് അസറും ഫജ്റും, അത് നമസ്കരിച്ച ആളുകൾ ദഖ്റൽ ജന്ന, അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നുള്ളതാണ്. അതിനർത്ഥം മറ്റുള്ള നമസ്കാരത്തിന് പ്രാധാന്യമില്ല എന്നുള്ളതല്ല. അതായത് ഈ ഏറ്റവും പ്രയാസമുള്ളത് ഒരാൾ നന്നായി ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതെല്ലാം അയാൾക്കൊരു പീസ് ഓഫ് കേക്കാണ്, അയാൾക്ക് സിമ്പിളായിട്ട് നിർവഹിക്കാൻ കഴിയുമെന്നുള്ളത്. ഏതുപോലെയെന്ന് വെച്ചാൽ ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും രാത്രി നമസ്കാരത്തെ അള്ളാഹു പ്രത്യേകമായിട്ട് പല സ്ഥലത്തും ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. രാത്രി നമസ്കരിക്കുന്ന ഒരാളും പകൽ ഫർളിൻ്റെ കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്തില്ല, ഉറപ്പാണ്. ഫർള് വീഴ്ച വരുത്താത്ത ഒരാൾക്ക് മാത്രമേ അതിന് സാധിക്കൂ എന്നുള്ളത്. അപ്പോൾ എക്സ്ട്രീം ആയിട്ടുള്ളത് അള്ളാഹു പറയുക വഴി മൊത്തത്തിൽ കവർ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ചിന്തിച്ച് നോക്കുക, റസൂലുള്ളാഹി അത്രയേറെ കോപിക്കാനുണ്ടായ കാരണം ആ നമസ്കാരം അതിൻ്റെ ആ വക്ത് തെറ്റിയത് അല്ലെങ്കിൽ ഡിലേ ആയതാണ്. അതും അവരുടെ ന്യായം. അവർ അള്ളാഹിൻ്റെ മാർഗത്തിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. തിരിയാൻ പോലും അവർക്ക് സമയമില്ല. അള്ളാഹു നമുക്കെല്ലാം പുറത്തു തരട്ടെ. പലപ്പോഴും നമ്മുടെ ന്യായങ്ങൾ എത്ര ദുർബലമാണ്. പല ആൾ വിനോദങ്ങളിലും മറ്റുമെല്ലാം മുഴുകിയിട്ടാണ് നമുക്ക് പലപ്പോഴും നമസ്കാരം മിസ്സാകാറുള്ളത്. അത് മറ്റൊരു സൈഡ് പോയിന്റ്. ആ ഒരു സമയത്ത് സ്വലാത്തുൽ ഖൗഫ്, യുദ്ധസമയത്തുള്ള നമസ്കാരം, അത് പിന്നീടാണ് നൽകിയതെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട തെളിവുകളിലൊന്ന് ഈ ഖന്തക്ക് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു സംഭവമാണ്. അപ്പം അത്രയേറെ കണിശത, അത് അതേ രൂപത്തിൽ തന്നെ റസൂലുള്ളാഹിയിൽ നിന്ന് അനുയായികൾ പകർത്തിയതായിട്ട് പിൻകാലഘട്ടത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു സംഭവം, പ്രസിദ്ധനായിട്ടുള്ള സ്വഹാബി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് പേർഷ്യയുമായിട്ടുള്ളൊരു യുദ്ധം, മദീനത്തു തുസ്തുർ, ആ തുസ്തുർ പട്ടണം കീഴടക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ ഘോരായിട്ട് സംഘട്ടനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധം ഫജ്റിൻ്റെ ആ സമയത്ത് അതിൻ്റെ അവസാന നിമിഷങ്ങളാണ്. അവസാനം തിളക്കമാർന്ന വിജയം മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്നത് ആ ഫജ്റിന് ശേഷം അല്ലെങ്കിൽ ഫജ്ർ കഴിഞ്ഞിട്ടാണ്. അപ്പം അത് കാരണം അന്നത്തെ ദിവസം ഫജ്ർ നമസ്കരിക്കാൻ ഒരല്പം വൈകുകയാണ്. പിന്നീട് മരണം വരെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു എപ്പോൾ ഈ തുസ്തുർ പട്ടണത്തിൻ്റെ ആ ഒരു യുദ്ധത്തെ സംബന്ധിച്ച് കേൾക്കുന്ന സമയത്തെല്ലാം അദ്ദേഹം പൊട്ടിക്കരയും. ഒരിക്കൽ അദ്ദേഹത്തോട് കാര്യം അന്വേഷിച്ച സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അന്നത്തെ ദിവസം ഫജ്ർ സമയം തെറ്റിയാണ് ഞങ്ങൾ നമസ്കരിച്ചത്. ശേഷം അദ്ദേഹം പറയാണ്, ലോകം മുഴുവൻ എനിക്ക് അതിനേക്കാൾ വലുത് ആ ഫജ്ർ ആ സമയത്ത് നമസ്കരിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാണ്. അത്രയേറെ കണിശത അവർ പുലർത്തിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു യാത്രയിലും അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നമ്മുടെ ആ ലിസ്റ്റിൽ നിന്നും ആദ്യം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക നമസ്കാരമായിരിക്കും. അത് പിന്നെ നമസ്കരിക്കുക, ആ രൂപത്തിലാണ് ചിന്തിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ നേരെ വിപരീതമായിട്ട് ആദ്യം ആ നമസ്കാരം തന്നെയാണ് അവിടെ ഫിക്സ് ചെയ്യേണ്ടത്. നമസ്കാരം ശരിയായാലും ബാക്കി മുഴുവൻ ശരിയായി എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തിൽ നമുക്ക് വന്നിട്ടുള്ള വീഴ്ചകൾ അള്ളാഹു പുറത്തു തരട്ടെ, അള്ളാഹു ആമീൻ. അപ്പം അതേപോലെ തന്നെ ഇവിടെ ഫിഖ് കർമ്മശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് ലഭിക്കുന്നൊരു പാഠം, ഇപ്പം നഷ്ടപ്പെട്ട നമസ്കാരങ്ങൾ നമസ്കരിച്ച് വീട്ടുക, ഖളാ, അതുമായിട്ട് ബന്ധപ്പെട്ട് അത് മനഃപൂർവ്വം ഉപേക്ഷിക്കുന്നതിനെ സംബന്ധിച്ചല്ല പറയുന്നത്. പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക, ഖളാഇന് അത് 3 കാരണങ്ങളാൽ ആ രൂപത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് വീട്ടാവുന്നതാണ്. ഒന്നാമത്തെ കാരണം, ഒരാൾ ഉറങ്ങിപ്പോവുക. അയാൾ ഉറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ അത് അയാളുടെ കൺട്രോളിലല്ല. അയാൾ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ തന്നെ നഷ്ടപ്പെട്ട നമസ്കാരം നമസ്കരിച്ച് വീട്ടേണ്ടതുണ്ട്. രണ്ടാമത്തെ ന്യായം, ഒരാൾ മറവി സംഭവിക്കുകയാണെങ്കിൽ അതും സംഭവിക്കാം. കാരണം അതും നമ്മുടെ റബ്ബന ലാ തുആഖിദ്ന ഇൻ നസീന ഔ അഖ്തഅന, നമ്മുടെ കൺട്രോളിലല്ല. മറവി സംഭവിക്കുകയാണെങ്കിൽ ഓർമ്മ വന്ന ഉടനെ തന്നെ നഷ്ടപ്പെട്ട നമസ്കാരം നമസ്കരിച്ച് വീട്ടേണ്ടതുണ്ട്. മൂന്നാമതായിട്ട്, ഈ ഒരു വിധത്തിൽ വലിയ എന്തെങ്കിലും ഒരു തിരക്കിൽ പെട്ടുപോയാൽ, ഒരു നിലക്കും നമസ്കരിക്കാൻ കഴിയാത്ത വിധം ഒരാൾ ഒരു തിരക്കിൽ അകപ്പെട്ടു പോവുകയാണെങ്കിൽ അയാൾ ആ തിരക്ക് കഴിഞ്ഞ ഉടനെ തന്നെ അയാളത് നമസ്കരിച്ച് വീട്ടേണ്ടതുണ്ട്. ഈ ഒരു 3 ന്യായങ്ങൾ മാത്രമാണ്. അപ്പം അതും ആ ഒരു നമസ്കാരം വീട്ടേണ്ടത് ആ ഒരു ക്രമത്തിൽ, ആ ഒരു തെർത്തീബിലായിരിക്കണം എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ റസൂലുള്ളാഹി അസർ നഷ്ടപ്പെട്ടു ആദ്യം അസർ നമസ്കരിച്ചു, പിന്നീടാണ് മഗ്രിബ് നമസ്കരിക്കുന്നത്. അപ്പോൾ അവിടെ പല ആളുകളും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഇപ്പോൾ ഒരുപാട് കാലം നമസ്കാരം മിസ്സാക്കിയിട്ടുള്ള ആളുകൾ 10-15 വർഷമെല്ലാം നമസ്കരിക്കാതെ പിന്നീട് എന്തെങ്കിലും ഒരു കാരണത്താൽ ആ മതത്തിലേക്കെല്ലാം അടുത്ത ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിന് തൗബയാണ്. അതായത് അവർ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്ത് പിന്നീടുള്ള ജീവിതത്തിലുടനീളം
നമസ്കാര കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ പുലർത്തുക. അതേപോലെ തന്നെ സുന്നത്തായിട്ടുള്ള നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക. കാരണം റസൂലുള്ള പറയുന്നുണ്ട്, ഫർളിൽ എന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ അവരെ പിന്നീട് പരിശോധിക്കുക സുന്നത്താണ്, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സുന്നത്തായിട്ടുള്ള നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക. പ്രത്യേകമായിട്ട് ആ നമസ്കാര സമയം, ആ നമസ്കാരത്തെ സംബന്ധിച്ച് അത് സമയബന്ധിതമായിട്ട് നൽകിയ കർമ്മമാണ്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത്ത. അപ്പോൾ ഒരു ന്യായമില്ലാതെ ഒരാൾ അത് ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു സ്വീകരിക്കില്ല എന്നുള്ളത്. അപ്പം നമസ്കാരം സമയത്തിന് മുമ്പ് നിർവഹിച്ചാൽ അത് സ്വീകരിക്കില്ല എന്നുള്ളതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ ഒരാൾ ഫജ്ർ കഴിഞ്ഞ ഉടനെ തന്നെ ളുഹ്ർ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ നിസ്കാരം വാലിഡ് അല്ല. അതേപോലെ തന്നെയാണ് ഒരാൾ ആ സമയം തെറ്റി ഒരാൾ നമസ്കരിക്കുന്ന സമയത്തും ഒരു ഒഴിവുമില്ലാതെ ഒരു ന്യായമില്ലാതെ ആ രൂപത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അള്ളാഹിൻ്റെ അടുത്ത് സ്വീകാര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ സമയബന്ധിതമായിട്ടുള്ള കർമ്മങ്ങൾ ആ സമയത്തിന് തന്നെ നിർവഹിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയാറുണ്ട്. ഇപ്പോൾ ദുൽഹജ്ജ് 9 അറഫ. ഇപ്പോൾ ഒരാൾ ദുൽഹജ്ജ് 8 അയാൾ എയർപോർട്ടിലെത്തി, എന്തെങ്കിലും ഒരു പ്രശ്നം കാരണം അവിടെ സ്റ്റക്കായി, പിന്നീട് ദുൽഹജ്ജ് 12 അയാൾ അവിടെ നിന്ന് പുറത്തിറങ്ങുന്നതെന്ന് കരുതുക. അയാൾ നേരെ തന്നെ അറഫയിലേക്ക് പോയി. ദുൽഹജ്ജ് 12 അറഫയിൽ പോയിട്ട് അയാൾ പറയണോ വൈകിയാലും അയാൾ സ്വന്തം പോയിട്ട് അവിടെ ഒറ്റയ്ക്ക് അവിടെ അറഫയിൽ പോയി ഹജ്ജ് നിർവഹിക്കുകയാണെങ്കിൽ അത് വാലിഡ് അല്ല. കാരണം അള്ളാഹു പ്രിസ്ക്രൈബ് ചെയ്ത ആ സമയത്ത് തന്നെ ആ ഒരു കർമ്മം നിർവഹിച്ചാൽ മാത്രമേ അത് സ്വീകരിക്കുകയുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഏതുപോലെയെന്ന് വെച്ചാൽ, ഇപ്പോൾ ലളിതമായിട്ടുള്ള ഉദാഹരണം പറയാറുണ്ട്. ഇപ്പോൾ ഒരു ഡോക്ടർ നിങ്ങൾക്ക് 3 നേരം ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഫലം ലഭിക്കണമെങ്കിൽ ആ കൃത്യസമയത്ത് രാവിലെയും ഉച്ചക്കും വൈകുന്നേരം തന്നെ കഴിക്കണം. ഇപ്പോൾ ഒരാൾ ദിവസേന അത് മറന്നിട്ട് 3 കൂട്ടി അയാൾ രാത്രി കഴിക്കുകയാണെങ്കിൽ അത് അപകടമാണ് ചെയ്യുക. അതേ രൂപത്തിൽ അതിൻ്റെ ആ ഫലം ലഭിക്കണമെങ്കിൽ കൃത്യമായിട്ട് അള്ളാഹു പറഞ്ഞ ആ സമയത്ത് തന്നെ അത് നിർവഹിക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പാഠവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ ഖന്തക്കിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അപ്പോൾ ആ ശത്രുക്കളെ പ്രതിരോധിക്കുന്ന ആ തിരക്കിൽ മുസ്ലിങ്ങൾക്ക് ആ നമസ്കാരം വരെ ഡിലേ ആവുകയാണ്. ഇപ്പോൾ ദിവസങ്ങൾ കടന്നു പോവുകയാണ്, കാര്യമായിട്ടുള്ള ഒരു പ്രോഗ്രസ് ഒന്നുമില്ല. അപ്പോൾ സാഹചര്യം ഒരല്പം കടുത്ത സമയത്ത് അതിൻ്റെ ഒരു കാഠിന്യം കുറക്കാൻ വേണ്ടി റസൂലുള്ള അവിടെ ഒരു നയതന്ത്രപരമായിട്ടുള്ളൊരു നീക്കം റസൂലുള്ള അവിടെ നടത്തുന്നുണ്ട്. അതിന് രഹസ്യമായിട്ട് ആ ശത്രുപക്ഷത്തുള്ള ഒരു വിഭാഗമായിട്ട് ഒരു സന്ധിക്ക് ഒരു നെഗോസിയേഷനുള്ള ഒരു ശ്രമം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ശത്രുപക്ഷത്തുള്ള ആ സൈന്യം അത് നിരവധി ഗോത്രങ്ങളെല്ലാം ഒന്നിച്ചു ചേർത്തുണ്ടാക്കിയ ഒരു സഖ്യമാണ്. അതിലെ പ്രധാനപ്പെട്ട 3 കക്ഷികൾ, ഒന്ന് മക്കയിലുള്ള ഖുറൈശികളാണ്, അവരാണ് പ്രഥമ കക്ഷികൾ. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് ജൂതന്മാർ, അവരാണ് ഇതിന് തുടക്കമിട്ടത്. മൂന്നാമതായിട്ട് ഗത്ഫാൻ ഗോത്രമാണ്, നമ്മൾ പറഞ്ഞിരുന്നു. അറാബികളുടെ നിരവധി യോദ്ധാക്കളുടെ ഗത്ഫാൻ ഗോത്രമാണ് അതിലെ പ്രധാനപ്പെട്ട 3ാമത്തെ കക്ഷി. അതല്ലാതെ ഈ നിരവധി ചെറിയ ചെറിയ ഗോത്രങ്ങളുണ്ട്. അപ്പോൾ ഈ ഗത്ഫാനുമായിട്ടാണ് രഹസ്യധാരണയ്ക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിക്കുന്നത്. എന്തുകൊണ്ട്? കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ യുദ്ധത്തിന് പിന്നിൽ ആ ശത്രുക്കളുടെ ആ സഖ്യത്തിന് അവർക്ക് ഏകീകരിച്ചൊരു മോട്ടീവ് ഒന്നും ഉണ്ടായിരുന്നില്ല. മുസ്ലിങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവർ പല ലക്ഷ്യങ്ങളായിട്ടാണ് പല ഗോത്രങ്ങൾ ആ കൂട്ടത്തിലുള്ളത്. ഓരോ ആളുകൾക്ക് ഓരോ ലക്ഷ്യമാണ്. ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം മതപരമായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള സാമ്പത്തിക ലക്ഷ്യമാണ്. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും മറ്റ് ലക്ഷ്യങ്ങളാണ്. അതേസമയം ഗത്ഫാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം സാമ്പത്തികം മാത്രമായിരുന്നു. രാഷ്ട്രീയ മതപര അതൊന്നും അവരെ ബാധിക്കുന്ന വിഷയമല്ല. അപ്പോൾ അവർക്ക് വലിയൊരു തുകയെല്ലാം ഓഫർ ചെയ്തിട്ടാണ് ഖുറൈശികൾ അല്ലെങ്കിൽ ജൂതന്മാർ അവരെ കൂടെ കൂട്ടിയിട്ടുള്ളത്. അതല്ലാതെ ഇസ്ലാമിനെയും റസൂലുള്ളാഹിനെയും തകർക്കുക എന്നുള്ളതൊന്നും അവരുടെ അജണ്ടയിലല്ല. അവർ വെറും സമ്പത്ത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ടാണ് റസൂലുള്ള അവരെ തന്നെ പിടിക്കുന്നത്. അങ്ങനെ ഗത്ഫാൻ ഗോത്രത്തിൻ്റെ നായകരായിരുന്ന ഉയൈന ഇബ്നു ഹുസ്ൻ, അതേപോലെ തന്നെ ഹാരിസ് ഇബ്നു ഔഫ്, ഈ 2 ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമായിട്ട് റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് വിളിപ്പിക്കുകയാണ്. അങ്ങനെ അവർ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമായിട്ട് അവരുമായിട്ട് ചർച്ച നടത്തി. റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ ഈ യുദ്ധം നിർത്തി പോകണം. നിങ്ങൾക്ക് സമ്പത്താണ് ലക്ഷ്യമെങ്കിൽ അടുത്ത വർഷം മദീന വിളവെടുക്കുന്ന സമയത്ത് അതിൻ്റെ 1/3 ഞാൻ നിങ്ങൾക്ക് നൽകാം. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ യുദ്ധം നിർത്തി അവസാനിപ്പിച്ച് പോകാൻ നിങ്ങൾ തയ്യാറാണോ? അപ്പോൾ അവർ പറഞ്ഞു, പറ്റൂല, ഞങ്ങൾക്ക് 1/3 പോരാ, ഞങ്ങൾക്ക് പകുതി വേണമെന്ന് അവർ നിർബന്ധം പിടിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ആ ഒരു മറുപടി തന്നെ വളരെ കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അവർ വെറും സമ്പത്ത് മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അത്രയും വലുത് എനിക്ക് സ്വന്തമായിട്ട് നൽകാൻ പറ്റില്ല, ഞാൻ മദീനയിലുള്ള ആളുകളായിട്ട് ചർച്ച ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുകയാണ്. ശേഷം റസൂലുള്ളാഹി ആ മദീനയിലുള്ള അൻസാറുകളുടെ ലീഡർമാർ, ഔസും ഖസ്റജിൻ്റെ എല്ലാം തലവന്മാരായിട്ടുള്ള സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, 2 ആളെയും റസൂലുള്ളാഹി വിളിപ്പിക്കുകയാണ്. ശേഷം റസൂലുള്ളാഹി കാര്യങ്ങൾ പറഞ്ഞു. ഈ രൂപത്തിലാണ് അവർ ആവശ്യപ്പെടുന്നത്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഉടനെ തന്നെ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിച്ചു, ഓ പ്രവാചകരെ, ഇത് അള്ളാഹിൻ്റെ കൽപ്പനയാണോ, അതല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തോടു കൂടെയുള്ള തീരുമാനമാണോ, അതോ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുകയാണോ? 3 ചോദ്യങ്ങളാണ്. വളരെ സ്മാർട്ടാണ്, സുബ്ഹാനല്ലാഹ്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു അദബ് നോക്കുക. ഒന്ന്, അള്ളാഹിൻ്റെ കൽപ്പനയാണോ എന്നുള്ളത്. അള്ളാഹിൻ്റെ വഹിയാണെങ്കിൽ പിന്നീട് അതിലൊരു മറുവാക്കില്ല, സമിഅനാ വഅതഅനാ. അതേപോലെ തന്നെ രണ്ടാമതായിട്ട്
അത് നിങ്ങളുടെ ഇഷ്ടത്തോടു കൂടെയുള്ള തീരുമാനമാണ്. അങ്ങനെയാണെങ്കിലും അവരതിന് വഴങ്ങും. മൂന്നാമതായിട്ട് ചോദിച്ചത് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുകയാണോ? അതാണ് റസൂലുള്ളാഹിനോടുള്ള ചോദ്യം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തേത്, അതായത് റസൂലുള്ളാഹി പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ്. അതായത് മൊത്തം ശത്രുക്കൾ നിങ്ങളെ കടിച്ചു കീറാൻ വേണ്ടി അവർ മുഴുവൻ ഒരുമിച്ചിരിക്കുകയാണ്. അപ്പം അതിൻ്റെ അവരുടെ ആ ഒരു വീര്യം കുറക്കാൻ വേണ്ടി, ആ ഒരു കാഠിന്യം കുറക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ്. അതാണ് റസൂലുള്ളാഹി മറുപടിയായിട്ട് പറഞ്ഞത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സൈഡ് പോയിന്റ് ആ ഷൂറയുടെ, ആ കൂടിയാലോചനയുടെ പ്രസക്തിയാണ്. അമ്രുഹും ഷൂറ ബൈനഹും. ഒരു നേതാവ് എന്നുള്ള നിലക്ക് വലിയൊരു മാതൃകയാണ് റസൂലുള്ളാഹി അവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ മദീനയുടെ കാര്യം അത് മദീനക്കാരോട് ചോദിച്ചതിന് ശേഷം തീർച്ചയായിട്ടും റസൂലുള്ളാഹി എന്തെങ്കിലും ഒരു തീരുമാനം എടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ അവർ തീർച്ചയായിട്ടും അതിനെ അംഗീകരിക്കും. പക്ഷേ എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കാതെ റസൂലുള്ളാഹി അവരുമായിട്ട് ആ നിലപാടെടുക്കുന്ന സമയത്ത് അതിൻ്റെ അവകാശികളായിട്ട് ചർച്ച ചെയ്തതിന് ശേഷമാണ് റസൂലുള്ളാഹി ഒരു നിലപാടിലേക്ക് എത്തുന്നത്. മനോഹരമായിട്ടുള്ള മാതൃകയാണ്. അപ്പോൾ ആ മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുകയാണെന്ന് റസൂലുള്ളാഹി മറുപടിയായിട്ട് പറഞ്ഞ സമയത്ത് ഔസ് ഗോത്രത്തിൻ്റെ തലവൻ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള പ്രതികരണം. അദ്ദേഹം പറഞ്ഞു, ഓ പ്രവാചകരെ, ഞങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം ഞങ്ങൾ ജാഹിലിയത്തിലായിരുന്ന സമയത്ത് പോലും ഇവർക്ക് ഞങ്ങളുടെ മുതലുകൾ ഞങ്ങൾ വില നൽകിയിട്ടോ അതല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ അതിഥിയായിട്ട് വരുന്ന സമയത്തല്ലാതെ ഞങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ നൽകിയിട്ടില്ല. ഇതിപ്പോൾ ഇസ്ലാം കൊണ്ട് അള്ളാഹു ഞങ്ങളെ അനുഗ്രഹിച്ച സമയത്ത്, ഇസ്ലാം വഴി എല്ലാ പ്രതാപവും ഞങ്ങൾക്ക് ലഭിച്ച ഈ സമയത്ത് ഞങ്ങളുടെ മുതലുകൾ ഇവർക്ക് എങ്ങനെയാണ് ഞങ്ങൾ നൽകുക? അതൊരിക്കലും വേണ്ട, അതിൻ്റെ ഒരാവശ്യമില്ല, ഞങ്ങൾ വാളല്ലാതെ അവർക്ക് നൽകില്ല എന്ന് അദ്ദേഹം ആ സധൈര്യം അദ്ദേഹം അവിടെ നിന്ന് റസൂലുള്ളാഹിനോട് പറയുകയാണ്. അപ്പോൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ മറുപടി കേട്ട് റസൂലുള്ളാഹിക്ക് അത്യധികം സന്തോഷം തോന്നി. കാരണം ആ അൻസാറുകളുടെ ആ ധാർമ്മിക വീര്യത്തിൽ അവരുടെ ഈമാൻ കണ്ട് റസൂലുള്ളാഹി അതിയായി സന്തോഷിക്കുകയാണ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി റസൂലുള്ളാഹിനെ സന്തോഷിപ്പിച്ചത് ആ ബദറിൻ്റെ സമയത്ത് നമ്മൾ കാണുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതെല്ലാം അവസാനം ഞാൻ വീണ്ടും സൂചിപ്പിക്കും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മറുപടി ലഭിച്ച ഉടനെ തന്നെ റസൂലുള്ളാഹി ഗത്ഫാൻ ഗോത്രത്തിലേക്ക് രഹസ്യമായിട്ട് ഒരാളെ അയച്ചു. അതായത് അങ്ങനത്തെ അത്തരത്തിലൊരു ഡീലിങ്ങിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ അതിന് നൽകാൻ സന്നദ്ധരല്ലെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി അതിൽ നിന്നും പിന്മാറുകയാണ്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഈ ഒരു നീക്കം വഴി ലഭിക്കുന്ന പാഠം, യുദ്ധം എന്നുള്ളത് കേവലം ആയുധ പോരാട്ടം, സായുധ സംഘടന മാത്രമല്ല, മറിച്ച് ബുദ്ധിപരമായിട്ടുള്ള അല്ലെങ്കിൽ അതിലുള്ള ആ നയതന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളുടെ അല്ലെങ്കിൽ ആ ചർച്ചകളുടെ ആ ഒരു പ്രാധാന്യം, അതിൻ്റെ ഒരു അനുമതിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ അവിടെ നേതാവ് ഏകപക്ഷീയമായിട്ട് അയാളുടെ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വഴങ്ങി ഒരു തീരുമാനം എടുക്കാതെ ആ സാഹചര്യങ്ങളെയും അതിൻ്റെ പ്രത്യാഘാതങ്ങളെല്ലാം വിലയിരുത്തി അണികളായിട്ട് ചർച്ച ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു ആവശ്യകത അതിനെ സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുയായികൾ അനുഭവിക്കേണ്ടി വന്ന സഹിക്കാനാകാത്ത ഭാരം ഒരല്പം കുറക്കാൻ വേണ്ടി മാത്രമാണ് റസൂലുള്ളാഹി ഈ ഒരു സ്റ്റെപ്പ് എടുത്തത്. അതേസമയം ഉറച്ച നിലപാട് കൈക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ ആശ്വാസവും സന്തോഷമെല്ലാം നൽകുകയാണ്. അപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ള പാഠവും അവിടെ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ മുസ്ലിങ്ങൾ ആ കിടങ്ങിന് ചുറ്റുള്ള ശക്തമായിട്ടുള്ള അവരുടെ ആ പ്രതിരോധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ശത്രുക്കളാകട്ടെ അത് മുറിച്ചു കടക്കാനുള്ള അവരുടെ ശ്രമങ്ങളും. അപ്പോൾ അതിനിടയിൽ ഒരു പഴുത് കണ്ടെത്തി അതിലൂടെ ആ കിടങ്ങ് മുറിച്ചു കടക്കാൻ ഖാലിദ് ഇബ്നു വലീദും ശ്രമിക്കുന്നുണ്ട്. അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കാരണം ശത്രുപക്ഷത്തെ ഏറ്റവും ജീനിയസ് ആയിട്ടുള്ള വ്യക്തിയാണ് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഉഹുദിൽ നമുക്കറിയാം മുസ്ലിങ്ങൾക്ക് തിരിച്ചടിയേൽക്കാനുള്ള ഏക കാരണം, അതായത് ഉഹുദിൽ ആ ഒരു പഴുതെല്ലാം കണ്ടെത്തിയത് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അപ്പോൾ അദ്ദേഹം കടന്ന ഉടനെ തന്നെ മുസ്ലിം പക്ഷത്തുണ്ടായിരുന്ന ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹവും സംഘവും വന്ന് ഖാലിദിനെ അവിടെ നിന്ന് തുരത്തി ഓടിക്കുന്നുണ്ട്. അപ്പോൾ കിടങ്ങിൻ്റെ ഈ ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾക്കിടയിൽ മുസ്ലിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന ഏറ്റവും വലിയ ദുരന്തം ഞാൻ നേരത്തെ സൂചന നൽകിയിരുന്നു. അൻസാറുകളുടെ ലീഡർ ഔസ് ഗോത്രത്തിൻ്റെ തലവനായിരുന്ന സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടതാണ്. ഖന്തക്കിൽ മുസ്ലിങ്ങൾക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ട്രാജഡികളിലൊന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് മദീനൻ സീറയിൽ പലതവണയായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡിലും ഒരല്പം മുമ്പ് നമ്മൾ സൂചിപ്പിച്ചു. ആ നിലപാടുകൾ കൊണ്ട് ഏവരെയും ഞെട്ടിച്ച റസൂലുള്ളാഹിനെ ഏറെ അങ്ങേയറ്റം സന്തോഷിപ്പിച്ച ഒരു വ്യക്തിയാണ്. നമ്മളൊന്ന് റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ചരിത്രം അവിടെ അവസാനിക്കാൻ പോകും. നമ്മളൊന്ന് ഫ്ലാഷ് ബാക്ക് നമ്മളൊന്ന് റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം ഔസ് ഗോത്രത്തിൽ, ഔസിൽ ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രത്തിൻ്റെ തലവനാണ്. ഔസ് ഗോത്രക്കാർക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ട അവരുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ മദീനയിലേക്ക് ആ പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞയച്ച ഉടനെ തന്നെ, ഇസ്ലാമിനെ സംബന്ധിച്ച് കേട്ട ഉടനെ തന്നെ ആദ്യത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ്. പിന്നീട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ഉടനെ തൻ്റെ ഗോത്രത്തിലേക്ക്, ബനു അബ്ദുൽ അഷ്ഹൽ ഗോത്രത്തിലേക്ക് പോയിട്ട് ആ ഗോത്രത്തിലുള്ള മുഴുവൻ ആളുകളെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ അവർക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ട നേതാവായതുകൊണ്ട് തന്നെ അവർ മുഴുവൻ അദ്ദേഹത്തോടുള്ള ഇഷ്ടം കാരണം അവർ
ഏറെയൊന്നും എതിർക്കാതെ തന്നെ ആ ഗോത്രം മുഴുവൻ ഇസ്ലാമിലേക്ക് വരികയാണ്. പിന്നീട് നിരവധി സന്ദർഭങ്ങൾ സീറയിൽ കടന്നു പോകുന്നുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ഏറ്റവും തിളങ്ങുന്ന ഒരു അധ്യായം ബദറുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. ബദറിൽ ഓർക്കുന്നുണ്ടാകും, അപ്രതീക്ഷിതമായിട്ടൊരു യുദ്ധം അവരുടെ മുന്നിലെത്തിയ സമയത്ത് റസൂലുള്ള അണികളോട് മുഴുവൻ അഭിപ്രായം ചോദിക്കുന്നുണ്ട്. അഷീറു അലയ്യ അയ്യുഹന്നാസ്, നമ്മൾ എന്താണ് ചെയ്യുക? ആ സമയത്ത് മുഹാജിറുകളിൽപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ എല്ലാം ശ്രദ്ധേയമായിട്ടുള്ള മറുപടി, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അദ്ദേഹത്തിൻ്റെ ആ ജനത പറഞ്ഞതുപോലെ ഞങ്ങളൊരിക്കലും പ്രതികരിക്കില്ല, നിങ്ങൾ മുന്നോട്ട് പോവുക. റസൂലുള്ള വീണ്ടും വീണ്ടും അതേ ചോദ്യം ആവർത്തിക്കുന്നുണ്ട്. അഷീറു അലയ്യ അയ്യുഹന്നാസ്. നാലാമതും ചോദിച്ച സമയത്ത് അവർക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് റസൂലുള്ള ആ ചോദ്യം ആവർത്തിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. സദസ്സിൽ നിന്നും സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന് ആ കാര്യം പിടികിട്ടി. അദ്ദേഹം വളരെ സ്മാർട്ടാണ്. അദ്ദേഹം എഴുന്നേറ്റുന്നുകൊണ്ട് വല്ലാഹി ലക അന്നക തുരീദുനായ റസൂലുള്ള, ഓ പ്രവാചകരെ, നിങ്ങൾ ഞങ്ങളെ, അതായത് അൻസാറുകളെ ഉദ്ദേശിച്ചാകുമല്ലേ ചോദിക്കുന്നത്? റസൂലുള്ള പറഞ്ഞു, നഅം, അതെ. കാരണം നേരത്തെ പറഞ്ഞത് മുഴുവൻ മുഹാജിറുകളാണ്. അൻസാറുകളുടെ കമൻ്റാണ് റസൂലുള്ളാഹിക്ക് വേണ്ടത്. കാരണം അഖബ ഉടമ്പടിയിൽ അവർ കരാർ ചെയ്തത് റസൂലുള്ളാഹിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒഫൻസാണ്. അതുകൊണ്ട് തന്നെ അൻസാറുകളുടെ ആ ഒരു സമ്മതം വേണ്ടതുണ്ട്. നമ്മളതെല്ലാം നേരത്തെ പറഞ്ഞതാണ്. ആ സമയത്താണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ആ സ്വർണ്ണ ലിപികളിൽ കൊത്തിവെക്കേണ്ടതായിട്ടുള്ള വളരെ ഹൃദയസ്പർശിയായിട്ടൊരു പ്രഭാഷണം അവിടെ നടത്തുന്നുണ്ട്. റസൂലുള്ളാഹിനെ അങ്ങേയറ്റം സന്തോഷിപ്പിച്ച സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ പ്രഭാഷണം, യാ റസൂലുള്ളാഹ് ഖദ് ആമന്നാ ബിക വസദ്ദഖ്നാക് എന്ന് തുടങ്ങുന്ന, അതായത് ഓ പ്രവാചകരെ, ഞങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ചവരാണ്. നിരവധി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഓ പ്രവാചകരെ, നിങ്ങളുടെ തീരുമാനം എന്താണോ അതാണ് ഞങ്ങളുടെ അവസാന വാക്ക്. വല്ലാഹി ലഇൻ സിർത ഹത്താ തഅതി ബർഖുൽ ഗിമാദ്, യാ റസൂലുള്ളാഹ്, നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഏത് അറ്റം വരെ പോയാലും, അത് കരയിലായാലും കടലിലായാലും, ഞങ്ങൾ നിങ്ങളുടെ പിറകെ ഉണ്ടാകും. അതുകൊണ്ട് ഒന്നും ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ പോവുക. സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഒരു പ്രഭാഷണം അത് കേട്ട സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ഒരു പൂർണ്ണ ചന്ദ്രനെ പോലെ പ്രശോഭിതമായി എന്നുള്ളതാണ്. അഷ്റഖ വജ്ഹഹു വസറഹു, റസൂലുള്ള അങ്ങേയറ്റം സന്തോഷിച്ചു എന്നുള്ളതാണ് സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ മറുപടി കേട്ട സമയത്ത്. അതേപോലെ തന്നെ ഉഹുദ് യുദ്ധാനന്തരം ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായ സമയത്ത് അന്ന് ആ നിയാഹ സമ്പ്രദായം വിലക്കിയിട്ടുണ്ടായിരുന്നില്ല. മദീനയിലുള്ള മുഴുവൻ ആളുകളും നഷ്ടപ്പെട്ട ഓരോ ആളുകൾക്ക് വേണ്ടി അവിടെ വിലപിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹംസ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ ഓർത്ത് കരയാൻ ആരുമില്ല. അത് കേട്ട ഉടനെ സഅദ് റളിയല്ലാഹു അൻഹു ഉടനെ പോയി തൻ്റെ ഗോത്രത്തിൽ നിന്ന് നിരവധി ആളുകളായിട്ട് വരുന്നുണ്ട്. ആ സംഭവം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ ഖന്തക്കിൽ ഒരല്പം മുമ്പ് നമ്മൾ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ നിലപാട്, അതേപോലെ തന്നെ ആ ഖന്തക്കിൻ്റെ ആരംഭത്തിൽ ആ ബനൂ ഖുറൈലയുടെ ചതി അറിഞ്ഞ ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പരിശോധിക്കാൻ, അവരായിട്ട് സംസാരിക്കാൻ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനാണ് പറഞ്ഞയച്ചത്. അപ്പോൾ അവരുടെ ആ ഒരു പ്രതികരണം അദ്ദേഹത്തിന് അങ്ങേയറ്റം വിഷമമുണ്ടാക്കിയിരുന്നു. കാരണം ജാഹിലിയ കാലഘട്ടം മുതലേ അവരുടെ ഹലീഫ് ആ ബനൂ ഖുറൈലയുമായിട്ട് നല്ല ബന്ധമാണ്. അപ്പോൾ ഈ നിർണായക ഘട്ടത്തിൽ അവർ ചെയ്ത ചതിയിൽ അദ്ദേഹത്തിന് അങ്ങേയറ്റം അമർഷുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് അതിലേക്ക് പിന്നീട് വരും. അങ്ങനെ നമ്മുടെ ആ കോണ്ടെക്സ്റ്റിലേക്ക് വരാണ്. മുസ്ലിങ്ങൾ ശക്തമായിട്ട് ആ കിടങ്ങിനെ പ്രതിരോധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദിവസം സഅദ് റളിയല്ലാഹു അൻഹു അന്ന് ഒരല്പം വൈകിയാണ് അങ്ങോട്ട് എത്തിയത്. കാരണം അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ കാണാൻ വേണ്ടി ആ ഫാരി കോട്ടയിലേക്ക് പോവാണ്. ഓർക്കുന്നുണ്ടാവും, സ്ത്രീകളും കുട്ടികളെല്ലാം ആ കോട്ടയിലാണ് പാർപ്പിച്ചിട്ടുള്ളത്. അവിടെ പോയി മാതാവിനെ അവസാനമായിട്ടൊന്ന് കണ്ട് അദ്ദേഹം യാത്ര പറയുന്നുണ്ട്. ആ സീനിനെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഇത് ഹിജാബിന് മുമ്പാണ്, അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ സഅദ് മുആദ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. അദ്ദേഹം പടച്ചട്ട ധരിച്ചിട്ടുണ്ട്, പക്ഷേ കയ്യിൻ്റെ ആ ഭാഗം ഓപ്പൺ ആയിരുന്നു. സ്ലീവ്ലെസ് ആയിട്ടുള്ള ആ രൂപത്തിലുള്ള ഒരു പടച്ചട്ടയാണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത്. അതിലെനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. ഉടനെ തന്നെ ഞാൻ അടുത്തുണ്ടായിരുന്ന ഉമ്മു സഅദ്, അതായത് സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവിനോട് ആ ഒരു ആശങ്ക പങ്കുവെക്കുകയും ചെയ്തു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആ കയ്യിൻ്റെ ഭാഗത്തുകൂടെ അത് ധരിച്ചിരുന്നെങ്കിൽ, അതായത് ശരീരം മുഴുവൻ കവർ ചെയ്യുന്ന രൂപത്തിലുള്ള പടച്ചട്ട ധരിക്കുന്നതല്ലേ നല്ലത്, ആ രൂപത്തിലുള്ള ഒരു ആശങ്ക അവർ പങ്കുവെക്കുകയാണ്. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു പോയി ആ കിടങ്ങിന് കാവൽ നിൽക്കുന്ന സമയത്ത് മറുവശത്തു നിന്നും പെട്ടെന്നൊരാൾ, ഖുദ്ഹാ മിന്നി വ അന ഇബ്നു അരിഖ, ഞാൻ അരിഖയുടെ മകനാണ്, ഇന്ന് പിടിച്ചോ എന്ന് പറഞ്ഞ് സഅദ് റളിയല്ലാഹു അൻഹുവിന് നേരെ ഒരു അമ്പെയ്യാണ്. ആ അമ്പ് കൃത്യം അദ്ദേഹത്തിൻ്റെ ഓപ്പൺ ആയിട്ടുള്ള ആ ഭാഗത്ത്, അപ്പർ ആമിൻ്റെ ആ ഭാഗത്ത് വന്ന് ആഴത്തിൽ പതിക്കുകയാണ്. ഇപ്പോൾ ഇബ്നു അരിഖ എന്നുള്ള വ്യക്തിയാണ് സഅദ് റളിയല്ലാഹു അൻഹുവിന് നേരെ അമ്പ് ചെയ്തത്. അരിഖ എന്ന് വെച്ചാൽ ഭാഷയിൽ വിയർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അയാളത് പറഞ്ഞ ഉടനെ സഅദ് റളിയല്ലാഹു അൻഹു മറുപടിയായിട്ട് പറഞ്ഞു, അറഖല്ലാഹു വജ്ഹക ഫിന്നാർ, നിൻ്റെ ആ മുഖം നരകത്തിൽ വിയർക്കട്ടെ. അതേ പദം വെച്ച് മറുപടിയായിട്ട് പറയുകയാണ്. ഇപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ മർമ്മഭാഗത്ത് ആഴത്തിൽ അമ്പ് തറച്ചിരിക്കുകയാണ്. രക്തം ധാരയായിട്ട് നിലക്കാതെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൻ്റെ ആ മരണമെല്ലാം മുന്നിൽ കണ്ട് സഅദ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് അതിവിചിത്രമായിട്ടുള്ള ഒരു പ്രാർത്ഥന അവസാനമായിട്ട് നടത്തുന്നുണ്ട്. അത്ഭുതകരമായിട്ടുള്ള രൂപത്തിൽ അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വഹീൽ ബുഖാരിയിലും മുസ്ലിമിലെല്ലാം അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥന കടന്നു വരുന്നുണ്ട്. സഅദ് റളിയല്ലാഹു അൻഹു കൈകൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഓ അല്ലാഹ്,
നിന്റെ ദൂതനെ കളവാക്കിയ അങ്ങേയറ്റം പീഡിപ്പിക്കുന്ന സമൂഹമാണിവർ. ഖുറൈശികളെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുമ്മ ഫ ഇൻ കാന ബഖിയ മിൻ ഹർബി ഖുറൈശിൻ ഷൈഅ, ഖുറൈശികളായിട്ട് ഇനി വല്ല യുദ്ധവും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഓ അല്ലാ എനിക്ക് അതിനു വേണ്ടി നീ എന്നെ അവശേഷിപ്പിക്കണം, അതല്ലെങ്കിൽ എനിക്ക് നീ ആയുസ് നീട്ടിത്തരണേ. അതല്ല ഇനി അവരുമായിട്ട് യുദ്ധം അവശേഷിക്കുന്നില്ലെങ്കിൽ ഓ അല്ലാ ഇതിനെ നീ രക്തസാക്ഷ്യമാക്കണേ. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ, വലാ തുമിത്തിനി ഹത്താ തുഖിറ ഐനി മിൻ ബനൂ ഖുറൈള, ആ ബനൂ ഖുറൈളക്കാരുടെ കാര്യത്തിൽ എൻ്റെ കൺകുളിർക്കുന്നത് വരെ എനിക്ക് നീ സമയം നീട്ടിത്തരണേ. അതായത് ഷഹീദാവാണെങ്കിലും ആ ബനൂ ഖുറൈളയുടെ കാര്യത്തിൽ അവരുടെ ആ ചതിക്ക് നീതി കൽപ്പിക്കുന്നത് വരെ, അല്ലെങ്കിൽ അവരുടെ ആ കാര്യത്തിൽ ഒരു നിലപാടുണ്ടാക്കുന്നത് വരെ, അതുവരെയെങ്കിലും നീ എനിക്ക് ആയുസ് നീട്ടിത്തരണേ. അതാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രാർത്ഥന. സുബ്ഹാനല്ലാഹ്, അത് അതേ രൂപത്തിൽ തന്നെ നമുക്കറിയാം. ഖന്തക്കിന് ശേഷം പിന്നീട് ഖുറൈശികളായിട്ട് യുദ്ധം ഉണ്ടാകുന്നില്ല. പക്ഷേ ആ ബനൂ ഖുറൈളയുടെ കാര്യത്തിൽ സഅദ് റളിയല്ലാഹു അൻഹു അതിൻ്റെ വിധി പ്രസ്താവനത്തിൽ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട റോളുണ്ട്. ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിൻ്റെ മരണവും അതെല്ലാം പിന്നീട് നമ്മൾ വരും ഭാഗങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ മുറിവിൽ നിന്നും രക്തം ധാരയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. രക്തത്തിൻ്റെ ആ പ്രവാഹം നിലക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ചികിത്സിക്കാൻ വേണ്ടി ആ പള്ളിക്ക് സമീപം ഒരു ഖൈമ, ഒരു ടെൻറ്റ് നിർമ്മിക്കാൻ വേണ്ടി റസൂലുള്ളാഹി കൽപ്പിക്കുകയാണ്. അപ്പോൾ അവർ ടെൻറ്റെല്ലാം നിർമ്മിച്ച് അദ്ദേഹത്തെ താങ്ങിയെടുത്ത് അങ്ങോട്ട് മാറ്റുകയാണ്. ഒരർത്ഥത്തിൽ ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ മിലിറ്ററി ഹോസ്പിറ്റൽ എന്നെല്ലാം വിശേഷിപ്പിക്കാൻ സാധിക്കും. അദ്ദേഹത്തെ മാറ്റി അതോടൊപ്പം പരിചരിക്കാൻ വേണ്ടി അൻസാറുകളിൽപ്പെട്ട റുദൈഫ അസ്ലമിയ റളിയല്ലാഹു അൻഹ, ആ രൂപത്തിലൊരു നേഴ്സിനെയെല്ലാം റസൂലുള്ളാഹി അവിടെ നിയമിക്കുന്നുണ്ട്. ഓരോ ദിവസവും ആ രോഗം വഷളാവാണ്. പള്ളിക്കടുത്ത് ടെൻ്റായത് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ സമയത്തും നമസ്കാര ശേഷം അദ്ദേഹത്തെ നിരന്തരം സന്ദർശിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതെല്ലാം പിന്നീട് നമ്മൾ പറയും. അങ്ങനെ ആ സഅദ് റളിയല്ലാഹു അൻഹു അവിടെ കിടപ്പിലായി, സാഹചര്യം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായിട്ട് വീണ്ടും അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുകയാണ്. സ്വഹീഹുൽ ബുഖാരിയിൽ റസൂലുള്ളാഹിൻ്റെ ആ സമയത്തുള്ള ആ പ്രാർത്ഥന കടന്നു വരുന്നുണ്ട്. അല്ലാഹുമ്മ മുൻസിലൽ കിതാബ് സരീഅൽ ഹിസാബ്, ഓ അല്ലാഹ് ആ ഗ്രന്ഥത്തെ അവതരിപ്പിച്ച ആ വേഗത്തിൽ വിചാരണ ചെയ്യുന്ന അള്ളാഹുവെ, അല്ലാഹുമ്മ ഹ്സിമിൽ അഹ്സാബ്, ഓ അല്ലാഹ് ഈ സഖ്യകക്ഷികളെ നീ പരാജയപ്പെടുത്തണേ. അല്ലാഹുമ്മ ഹ്സിംഹും വസൽസിൽഹും, ഓ അല്ലാഹ് നീ അവരെ പ്രകമ്പനം കൊള്ളിക്കണം, നീ അവരെ പരാജയപ്പെടുത്തണേ. റസൂലുള്ളാഹി ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ സംഭവത്തിലേക്ക് തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള 2 ട്വിസ്റ്റുകൾ സംഭവിക്കുന്നുണ്ട്. അത് ആ ചിത്രത്തെ മുഴുവൻ മാറ്റിമറിക്കുകയാണ്. അവരൊരിക്കലും ചിന്തിക്കാത്ത വിധം അള്ളാഹിൻ്റെ സഹായം പല രൂപത്തിലായിട്ട് വരുന്നുണ്ട്. അത് ഏത് രൂപത്തിലായിരുന്നു എന്നുള്ളത് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ഭാഗത്ത് നമ്മൾ വിശദീകരിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം അത് ആഴത്തിൽ പഠിക്കാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനും നാളെ അവരോടൊപ്പം ആ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.